കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും എന്ന് സുവിശേഷം പ്രസംഗിപ്പാൻ, രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. ദൈവം എല്ലാം അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. തുടർന്ന് നമുക്ക് തുടർച്ചയായി കർത്താവിന്റെ വചനം ദിവസങ്ങളിൽ കേട്ടുവരുന്നു. കർത്താവിലുള്ള കൃപകളെ ദൈവം അനുഭവിക്കുവാൻ ഇടയായിത്തീരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമ്മുടെ പ്രാർത്ഥനകൾക്ക് എത്ര ദിവസം കൂടെ ഉണ്ട്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എത്ര ദിവസം കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്കുണ്ട്? 15 ആമേൻ. നമുക്കിന്ന് 15 ദിവസം കൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥനയുണ്ട്. കർത്താവിന്റെ കൃപയാൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കൃപയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ കർത്താവിന്റെ നാമത്തിൽ വലിയ പ്രവർത്തികളെ കാണാനും കേൾക്കുവാനും വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അനേകരിലേക്ക് ഇത് അറിയിക്കുക. കർത്താവിന്റെ നാമത്തിൽ ആ അനുഗ്രഹത്തിൽ നിങ്ങൾ അവരെ പങ്കാളിയാക്കുക. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നല്ലോ. ആമേൻ. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. തുടർമാനമായിട്ട് പ്രത്യേകിച്ച് റോമർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ കേട്ടുവന്നുകൊണ്ടിരുന്നത്. റോമക ലേഖനത്തിന്റെ അകത്ത് നമ്മൾ കേട്ടു, ഈ ദിവസങ്ങളിൽ പുത്രത്വത്തെ പറ്റി നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നല്ലേ. കർത്താവിൽ നമുക്ക് പുതിയ നിയമത്തിൽ ഒരു വിശ്വാസി ആയിരിക്കുമ്പോൾ, പുതിയ നിയമത്തിലെ വിശ്വാസികളായിരിക്കുന്ന ഓരോ വ്യക്തികളോടും കർത്താവിന്റെ വചനം ഇന്ന് നമ്മളിലൂടെ കർത്താവ് ഈ ലോകത്തിലൂടെ അറിയിക്കുവാൻ കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നു. സുവിശേഷം ലോകമെമ്പാടും എത്തുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ എന്നെയും ഓരോരുത്തരെയും നമ്മളെ ശക്തീകരിക്കുന്നല്ലോ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ഇന്ന് ചെയ്യും. വലിയ പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവ് ചെയ്യും. പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. ദൈവം മഹത്വം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളുമാണ്. ശ്രദ്ധിച്ചോണേ, ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളുമാണ്. കർത്താവിന്റെ നാമത്തിൽ ഇന്നിവിടെ കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളത്തിലേക്ക് ഒരു ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞോണം, ഞാൻ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നലെ കേട്ടതുപോലെ സംബന്ധിച്ച് നാം എന്തു പറയണ്ട? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കും. ഇത് സംബന്ധിച്ച് എന്ത് പറയും? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്നാണ് വചനം പറഞ്ഞത്. ശ്രദ്ധിച്ചോണേ. അപ്പൊ ബൈബിൾ തന്നെ പലപ്പോഴും ഒരു ഉത്തരം ക്വസ്റ്റ്യൻ പോലെ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് വചനത്തിലൂടെ കാണാൻ പറ്റും. അതായത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്, അതായത് ബൈബിൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഉത്തരം തന്നെയാണ്, പക്ഷെ അതിൻ്റെ അകത്തൊരു ചോദ്യവും കൂടെ വരുന്നുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ശ്രദ്ധിച്ചോണേ. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ആ ക്വസ്റ്റ്യൻ അവിടെ വരാൻ കാരണം ഞാൻ ആദ്യം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ആ കാലഘട്ടത്തിൽ സഭ അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് വന്ന വിശ്വാസികളായിട്ടുള്ള കൂട്ടമാണ് സഭയെന്ന് പറഞ്ഞത്. സഭയെന്ന് പറഞ്ഞാൽ പള്ളിയല്ല. എപ്പോഴും ഓർത്തോണം, നിങ്ങൾ പോകുന്ന സ്ഥലത്തെ പള്ളിയെന്ന് നമ്മൾ വിളിക്കാൻ കാരണം കർത്താവിന്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വന്ന് കൂടുന്ന സ്ഥലമാണ് സഭ. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, കൈപ്പണിയായ ആലയത്തിൽ ദൈവം വസിക്കുന്നില്ല. അപ്പൊ ദൈവം വസിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ശരീരത്തിലാണ്. അപ്പൊ നമ്മൾ വന്ന് കൂടുന്ന സ്ഥലത്തെയാണ് നമ്മൾ പള്ളി എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ദൈവത്തിന്റെ ആലയം. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ആലയം ഇല്ല. യെരൂശലേം ദേവാലയമായിരുന്നു പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ AD 70 എന്ത് ചെയ്തു? അത് നശിച്ചുപോയി. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചുപോയി. അതിനുശേഷം പുതിയൊരു കർത്താവിലുള്ള സഭ അവിടെ രൂപകൽപ്പനപ്പെട്ടു. അതാണ് കർത്താവിന്റെ ശരീരമാകുന്ന, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞു, ശരീരമാകുന്ന സഭ. അപ്പൊ നമുക്ക് എന്തുണ്ട്? ബൈബിൾ പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്നാ പറയുന്നത്. അടുത്ത വാക്യത്തിൽ നിങ്ങൾ പിന്നെയും കാണുമ്പോൾ വായിക്കാൻ പറ്റും. അവിടെ നോക്കിക്കോണം. നിങ്ങൾ മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യണം. ഞാൻ പറയുന്ന സമയത്ത് മാത്രം നിങ്ങൾ മൈക്ക് മ്യൂട്ട് മാറ്റുക. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ വാളോ.
പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആർ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മളെ പലപ്പോഴും വേർപിരിക്കുന്ന പല സാഹചര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ വരും. അതിന് പൗലോസ് പറയുകയാണ്, കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ. അപ്പൊ നിങ്ങൾ ഈ കാലഘട്ടം പെട്ടെന്ന് മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ സുവിശേഷം ആരംഭിച്ച് സഭകൾ അല്ലെങ്കിൽ വിശ്വാസികളായ നിങ്ങളെപ്പോലെയുള്ള അനേക ലക്ഷക്കണക്കിന് ആളുകൾ നാഥനില്ലാത്തൊരവസ്ഥയാണ്. അതായത് ശിഷ്യന്മാരും ബാക്കിയുള്ള അപ്പോസ്തലന്മാരെയും ലഭ്യത വളരെ കുറവാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മിഷനറി യാത്രയിലൂടെ ഇവർ സഭകൾ ക്രിസ്തുവിലേക്ക് സ്ഥാപിക്കപ്പെട്ടുവെങ്കിലും വലിയൊരു ഫോളോ അപ്പ് അവർക്ക് കുറവ് വന്നു. അപ്പൊ ഇവരുടെ ലേഖനങ്ങളിലൂടെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, സുവിശേഷം അറിയിക്കുന്നത്. എന്നാൽ പലരെയും അവരാക്കി വെക്കുന്നുണ്ട്. ആക്കി വെക്കുന്ന പല ആൾക്കാരെയും യഹൂദന്മാർ വന്നിട്ട് എന്ത് ചെയ്തു, അവർ പറയുന്നു, നിങ്ങൾക്ക് ഈ യേശുവിന്റെ കൃപ മാത്രം പോരാ, പഴയ നിയമം പറയുന്നത് പോലെ കൽപ്പനകളും ചട്ടങ്ങളും ന്യായപ്രമാണം ഒക്കെ അനുസരിക്കണം, പ്രവർത്തിച്ചാൽ മാത്രമേ അനുഗ്രഹം കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു ദുരുപദേശവും കൂടെ അവരുടെ ഇടയിലുണ്ട്. അതുകൂടാതെ പലയിടങ്ങളിലും സഭകൾക്ക് പീഡയുണ്ടായി. അപ്പൊ ഇതെല്ലാം ചേർത്ത് പൗലോസ് പറയണം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആരോ, ഒന്ന് കഷ്ടതയ്ക്കോ നഗ്നതയ്ക്കോ ഉപദ്രവത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളോ എന്റെ നിമിത്തം നിങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാൻ ആടുന്ന ആടുകളെ പോലെ എണ്ണുന്നു. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ഇത്രയും നേരം പൗലോസ് പറഞ്ഞ എന്തുവാ? കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, ആപത്ത്, വാള്. അടുത്തത് കൊല്ലാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ നമ്മളെ എണ്ണുന്നു. എന്നാൽ ബൈബിൾ താഴേക്ക് വേണം, എന്നാൽ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, ഇത് മറന്നു പോരുതേ, യേശു നമ്മെ സ്നേഹിച്ചത് കൊണ്ട് ഇതിലൊക്കെയും പൂർണ്ണ ജയം എനിക്കുണ്ട്. കണ്ടോ? അതിന്റെ അർത്ഥം നിങ്ങൾ ഈ വാക്യം വെച്ചുകൊണ്ട് ഇത് വായിക്കണം. അങ്ങനെയെങ്കിൽ കഷ്ടതയെ ഞാൻ യേശു ക്രിസ്തുവിൽ ജയിക്കും. നോക്കിക്കേ, സങ്കടമോ ഞാൻ ജയിക്കും, ഉപദ്രവമോ ഞാൻ ജയിക്കും, പട്ടിണിയോ ഞാൻ ജയിക്കും, നഗ്നതയോ ഞാൻ ജയിക്കും, ആപത്തോ വാളോ ഇതിലൊക്കെയും പൂർണ്ണ ജയം അപ്പൊ ഞാനോട് എപ്പോഴും പറഞ്ഞത്, ഒരു പ്രശ്നം വരുമ്പോഴേക്ക് ഇതെന്റെ അനുഗ്രഹമാന്ന് പറയരുത്. അനുഗ്രഹം എന്ന് പറയുന്നത് ജയമാണ്. കഷ്ടതയിൽ നമ്മൾ പറയത്തില്ല, കർത്താവ് എനിക്ക് വലിയൊരു കഷ്ടത തന്നു. ഇല്ല, കർത്താവ് പൂർണ്ണ ജയമാ തന്നത്. നോക്കി ഈ വാക്ക് നിങ്ങൾ നോക്കി, നമ്മെ സ്നേഹിച്ചവൻ, നമ്മെ ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കാൻ വേണ്ടി വരുന്ന ഇതല്ല. കേട്ടോ? ഇത് ഇപ്പൊ പലരും നമ്മൾ കേട്ടിരിക്കുന്നത്, ക്രിസ്തീയ ജീവിതം വളരെ കഷ്ടതയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയരെ, കഷ്ടത വരുന്നതിന്റെ ഉദ്ദേശം നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി അല്ല. ഈ വചനപ്രകാരം ഒന്ന് പറയാൻ പറ്റൂ, എന്തിനാ അത് വരുന്നത്? എന്തിനാ വരുന്നത്? നമ്മളെ വേർപിരിക്കാൻ വരുന്നതാ. അപ്പൊ നിങ്ങൾ പറയുകയാണ് കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയുമ്പോൾ, കഷ്ടങ്ങൾ വരുന്നതിന്റെ ഉദ്ദേശം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നിങ്ങളെ വേർപിരിക്കുവാനാണ് വരുന്നത്. കണ്ടോ? നിങ്ങളെ വേർപിരിക്കുവാൻ വരുന്നതിനെ പൗലോസ്ലീഹ പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരമുള്ളതിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഴിയത്തില്ലെന്ന് ഞാൻ ഉറയ്ക്കുക. കണ്ടോ? ഈ വാക്കാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഞാൻ ഉറയ്ക്കണം. എനിക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. കഷ്ടതയല്ല എൻ്റെ അനുഗ്രഹം, കഷ്ടതയെ ജയിക്കുവാൻ കർത്താവായ യേശുവിൻ്റെ കൃപ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും. ആമേൻ. അപ്പൊ എപ്പോഴും ഓർത്തോണം, ഏതെങ്കിലുമൊക്കെ ജീവിത സാഹചര്യത്തിന്റെ അകത്ത്, പ്രതികൂലത്തിന്റെ അകത്ത് കിടക്കുന്നവരെ നിങ്ങളെ ക്രിസ്തുവിൽ നിന്നും വേർതിരിക്കുവാൻ വേണ്ടി അത് വന്നിരിക്കുന്നത്. ആമേൻ. ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ലേഖനം അതിൻ്റെ 3-ാം വാക്യത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പാപം ചെയ്യുന്നവർ പിശാചിന്റെ മക്കളാകുന്നു. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നല്ലോ. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ വന്നിരിക്കുന്നു. കണ്ടോ? പിശാചിന്റെ പ്രവർത്തികളെ, the mighty destroy the work of the devil, അതിനെ ഡിസ്ട്രോയ് ചെയ്യുവാൻ, തകർക്കുവാൻ. അപ്പൊ എന്താണ് പിശാചിന്റെ പ്രവർത്തികൾ? പിശാചിന്റെ പ്രവർത്തികളെ തകർക്കുവാൻ, അതിനെ അഴിക്കുവാൻ യേശു വന്നിരിക്കുന്നു. അപ്പൊ യേശുവിൽ ഉള്ളവര്
യേശുവിലുള്ളവര് ഏതെങ്കിലുമൊക്കെ പ്രതികൂല സാഹചര്യത്തിന്റെ അകത്തൂടെ കടന്നു പോകുമ്പോൾ നോക്കിയ വാക്കുകൊണ്ട് മൈറ്റി മൈറ്റ് ഡിസ്ട്രോയ് ദ വർക്ക് ഓഫ് ദ ഡെവിൾ. നമ്മളതിനെ ഡിസ്ട്രോയ് ചെയ്യണം, അതിനെ തകർക്കണം. എങ്ങനെ തകർക്കുന്നത്? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, നമ്മെ സ്നേഹിച്ച യേശു മുഖാന്തരം. എങ്ങനെ ഞാൻ ജയിക്കുന്നറിയാവോ? ഞാൻ ആദ്യം ഉറച്ചിരിക്കണം, എൻ്റെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. ഈ പ്രതിസന്ധിയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ മറികടക്കും. ഈ പ്രതിസന്ധിയെ ഞാൻ യേശുവിന്റെ നാമത്തിൽ മറികടക്കും. ഈ പ്രതികൂലത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ മറികടക്കും. ഈ പ്രതികൂലങ്ങളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ജയാളിയായി മാറും. ശ്രദ്ധിച്ചോണേ. ആമേൻ. അപ്പൊ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഉറപ്പോടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. കേട്ടെ, വചനത്തിൽ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോണേ. നിങ്ങളെ വാക്ക് കണ്ടോ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ ജയം. അപ്പൊ എപ്പോഴും ഞാൻ പറയത്തില്ലേ, നിങ്ങൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, ബ്രദറെ എനിക്ക് പൂർണ്ണ സൗഖ്യം. നിങ്ങളെ വാക്ക് കണ്ടോ? പൂർണ്ണ, നമ്മളെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. പൂർണ്ണ വിടുതൽ, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സമാധാനം, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെലിവറൻസ് ആണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലെസ്സിങ് ആണ് ദൈവത്തിലുള്ള നമ്മുടെ അവകാശം. ആമേൻ. ഇപ്പൊ ബൈബിൾ പറയുന്നു, നിന്റെ നിമിത്തം ഇടവിടാതെ എന്നെ കൊല്ലുന്നു. അത് പഴയ നിയമത്തിലെ വാക്യം എടുത്ത് പറയുവാണെ, അറുപ്പാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എതിരിക്കുന്നുവല്ലോ, എന്നാൽ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ഇതാ ശ്രദ്ധിക്കേണ്ടത്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം നമ്മൾ ഇവയിലൊക്കെയും പൂർണ്ണ ജയം നമുക്കുണ്ടായിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ജയത്തിന്റെ വിപരീതമായിട്ടുള്ള ജയം, നിങ്ങൾക്ക് ജയാളിയാകാൻ. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിവേചിക്കണം. ദൈവത്തിലുള്ളത് എന്തൊക്കെയാണെന്ന് എപ്പോഴും പരിശോധിക്കണം. നമ്മൾ പഠിച്ചു പല ആൾക്കാരും പറഞ്ഞു കേട്ട് വന്നിരിക്കുന്നത് ഈ കഷ്ടതയും ദുരിതവും പ്രയാസവും ബുദ്ധിമുട്ടും പട്ടിണിയും വേദനയും ഇതുമെല്ലാം ദൈവം തരുന്നതാണെന്നാണ് പല ആളുകളും വിശ്വസിച്ചിരിക്കുന്നത്, അഥവാ നിങ്ങൾ ഉറച്ചിരിക്കുന്നത്. അങ്ങനെ കേട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ കേട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഒരു കോമൺ വേർഡാണ് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ദൈവം ഇത് അനുവദിക്കുന്നതാണെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇഞ്ചക്റ്റഡ് ആകുന്നുണ്ട്. ശ്രദ്ധിച്ചോണേ, ദൈവമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എനിക്കൊരു രോഗം വന്നു, ഒരു വിഷയം വന്നു, അപ്പൊ നമ്മുടെ മനസ്സിൽ ആ കർത്താവ് എല്ലാം അറിയുന്നുണ്ടല്ലോ, ദൈവം എല്ലാം അറിയുന്നുണ്ടല്ലോ. അപ്പൊ ദൈവം അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ രോഗം തരുന്നത്, എനിക്ക് ഈ പ്രയാസം. രോഗം എന്ന് പറയാൻ കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഈ പ്രതിസന്ധി തരുന്നത് ദൈവം എന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? കർത്താവ് അറിയാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ എൻ്റെ പ്രിയരെ, നിങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിനൊരു രോഗം തരണ്ട. വിശ്വാസിയായ നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വലിയൊരു രോഗം തന്നിട്ട്, ഒരു ക്യാൻസർ തന്നിട്ട്, ഒരു വല്ലാത്തൊരു രോഗം തന്നിട്ട് നിങ്ങളെ അതിൻ്റെ അകത്ത് കഷ്ടപ്പെടുത്തി കീമോയും ഡയാലിസും ഒക്കെ ചെയ്ത് കാശും കളഞ്ഞ് വേദനയും തിന്ന് നിങ്ങളെ ഒരു പരിവാക്കി എടുത്തിട്ട് പറയും, ഞാനാണ് നിന്റെ ദൈവം, ആമേൻ പറ എന്ന് പറയുന്ന ദൈവത്തെ നിങ്ങൾക്ക് വേണോ? ബൈബിൾ വ്യക്തമായി പറയുന്നു, ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കുന്നില്ല. ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കുന്നില്ല. ആരെങ്കിലും പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ എന്ന് നിരൂപിക്കരുത്. കണ്ടോ? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഈ വചനം മറക്കരുത്. യാക്കോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധിയും വരുമ്പോൾ നമ്മൾ ഉടനെ പറയും, ഇത് ദൈവം അറിയാതൊന്നും അല്ലല്ലോ. പ്രിയരെ, എപ്പോഴും ഒരു കാര്യം ഓർത്തോണേ, ഈ കർത്താവിന്റെ പ്രത്യേകത നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. കർത്താവ് സൈലന്റ് ആയിട്ടിരിക്കുന്ന സമയങ്ങളുണ്ട്. കർത്താവ് ചില സമയത്ത് സൈലന്റ് ആയിട്ടിരിക്കും. അതിന്റെ അർത്ഥം ദൈവം സൈലന്റ് ആയിരിക്കുന്ന അർത്ഥം ദൈവം അനുവദിച്ചു എന്നതിന്റെ അർത്ഥമല്ല. ഞാൻ പറയാം, കർത്താവിന്റെ ശിഷ്യന്മാരുമായിട്ട് യേശുക്രിസ്തു യാത്ര ചെയ്യുക, കാറ്റടിക്കുന്നു, കടലിളകുന്നു, കർത്താവ് അമരത്ത് തലയണ വെച്ചു. ഞാൻ ചോദിച്ചോട്ടെ, കാറ്റ് വിറമ്പി തിരമാല അടിച്ചു കയറുന്ന വെള്ളം തെളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറ. ഇല്ല. ഈ ശിഷ്യന്മാരുടെ നിലവിളിക്കുക, നാഥാ ഞങ്ങൾ നശിക്കുന്നത് ഈ കാണുന്നില്ലേ, എന്നിട്ട് യേശു ഉറങ്ങുക. കർത്താവ് ശരിക്കും ഉറങ്ങുമായിരുന്നോ? ബൈബിൾ അങ്ങനെ പറയുന്നത്. ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങ് സൈലന്റ് ആയത്? എണീറ്റ് വന്നപ്പോ കർത്താവിന്റെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? നിങ്ങളുടെ വിശ്വാസത്തെ പോയി.
അല്പവിശ്വാസികളെ, നിങ്ങൾ നിന്ദികളാകാൻ നിങ്ങളുടെ വിശ്വാസം എവിടെ? വേർ ഈസ് യുവർ ഫെയ്ത്ത്? പത്രോസ് പറയും, കർത്താവേ നീ അറിയാതെ അല്ലല്ലോ ഈ പ്രതിസന്ധി വന്നത്. എൻ്റെ പ്രിയരെ, നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്ത് കാറ്റടിക്കും, കാറ്റ് വരും, കടല് വരും, സുനാമി വരും, എന്താ പറയുക, ചുഴലിക്കാറ്റ് വരും, പലതും കൺമുമ്പിൽ കാണുമ്പോൾ ഇത് ദൈവം അറിഞ്ഞോണ്ടാന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇത് എനിക്കുള്ളതല്ല, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നവനെങ്കിലും ഈ ലോകത്തോട് ഞാൻ അനുരൂപനാകത്തില്ല. മനസ്സിലായോ? നന്മയും പ്രസാദവും തിരുഹിതം ഇന്നും തിരിച്ചറിയേണ്ടത് എൻ്റെ മനസ്സ് പുതുക്കണം. മനസ്സ് പുതുക്കണം. മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? എൻ്റെ അകത്തൊരു രൂപാന്തരം ഉണ്ടാകണം. ദൈവത്തിനുള്ളതേത്, പിശാചിന്നുള്ളതേത്? നോക്കി ഈ വാക്ക് കണ്ടോ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇതൊക്കെ നമുക്ക് പേടി വന്നില്ലേ? ഈ പരീക്ഷ എന്ന് വന്നപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്ന ബൈബിളിൽ ഒരു ക്യാരക്ടർ ഏതാ? പരീക്ഷ സഹിക്കുന്ന ഭാഗ്യവാൻ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിൽ വന്ന ആളുടെ രൂപം ഏതാ? കണ്ടോ? അപ്പൊ ഇയ്യോബിനെ വെച്ചോണ്ടാ നമ്മൾ ഈ വാക്യം നോക്കുന്നത്. പരീക്ഷ നിൽക്കുന്ന നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഇയ്യോബാ. അപ്പൊ ഇയ്യോബിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ വചനം വായിക്കുന്നത്. പരീക്ഷ സഹിക്കുന്നവൻ, ഇയ്യോബിന്റെ പരീക്ഷ. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം കർത്താവ് അവനെ സ്നേഹിച്ച വാഗ്ദത്ത ജീവകിരീടം പ്രാപിക്കുന്നു. ഇത് കേൾക്കും നമ്മുടെ കാലത്ത് മൊത്തവും പെട്ടെന്ന് എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ ഇയ്യോബിന് വന്നതുപോലെ രോഗം എനിക്ക് വരും, അപ്പൊ എൻ്റെ രോഗം ഇയ്യോബിന് കൊടുത്തത് ശോധനയാണ് എന്നും പറഞ്ഞുകൊണ്ട് കൈയടിച്ച് പാട്ട് പാടുമ്പോൾ, പ്രിയരെ, തൊട്ട് താഴ്ത്ത വാക്യം മറക്കരുത്. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന ആരും പറയരുത്. അതെന്നെ അങ്ങനെ പറഞ്ഞത്. അടുത്ത വാക്യത്തിൽ പറയും, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നവനാകുന്നില്ല. ശ്രദ്ധിച്ച്, ദൈവം ദോഷങ്ങളാൽ എന്ത് ചെയ്യുന്നില്ല. അപ്പൊ ഇയ്യോബിനെ ദൈവമാണോ പരീക്ഷിച്ചത്? പറ. പിശാചാണ് പരീക്ഷിച്ചത്. കണ്ടോ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ മനസ്സിൽ മൊത്തം ദൈവം ഇയ്യോബിനെ പരീക്ഷിച്ചു നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്ന മൊത്തം ദൈവം ഇയ്യോബിനെ പരീക്ഷിച്ചു അല്ല. പിശാച് വന്ന് പെർമിഷൻ ചോദിക്കുവാണ്, കർത്താവേ അവനെ എനിക്ക് താ, ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ അവനെ പരീക്ഷിക്കാം. അപ്പം പിശാചിന്റെ പരീക്ഷ എങ്ങനെയാ? പിശാചിന്റെ പരീക്ഷ ദണ്ഡനമാണ്. പിശാചിന്റെ പരീക്ഷയെ പറ്റിയാണ് പൗലോസ് പറഞ്ഞു. നോക്കിയ വാക്ക് കണ്ടോ? നിങ്ങൾ റോമാലേഖനം 8-ാം വാക്യം കണ്ടോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിടിക്കുന്ന കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇത് നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലാൻ നോക്കുന്നു, അറപ്പാൻ പോകുന്ന ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇതെല്ലാം വരുന്നത് ദൈവത്തിൽ നിന്നാണെങ്കിൽ ഈ വാക്യം അവിടെ വരത്തില്ല. നാമെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെ പൂർണ്ണ ജയം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ദൈവം തരുന്നതാണ്, പിന്നെ എന്തിനാ ദൈവം ജയം തരുന്നത്? ബൈബിള് പറയുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ ജയം. അപ്പൊ ചോദിച്ചോട്ടെ, ദൈവമാണ് നമുക്ക് ഈ വിഷയങ്ങൾ മൊത്തം തരുന്നതെങ്കിൽ പിന്നെ എന്തിനാ കർത്താവെ ജയിക്കാനുള്ള കൃപ തരുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ അർത്ഥം എന്തുവാ? ജയിക്കാനുള്ള കൃപ തരുന്നത് മറ്റെവിടുന്നോ ഇത് വരുന്നുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങളതാ പറഞ്ഞത്, വാക്യങ്ങൾ കൂട്ടി നമ്മൾ ചേർത്ത് വായിക്കണം. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നോക്കിക്കേ. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇയ്യോബിലേക്ക് പോകുമ്പോൾ ഓർത്തോണം, ഇയ്യോബിന്റെ പരീക്ഷ ദൈവത്തിന്റെ പരീക്ഷയല്ല. ഇയ്യോബിന്റെ പരീക്ഷ പിശാചാണ് അവനെ പരീക്ഷിക്കേണ്ടതിന്. പിശാചാണ് ചോദിക്കുന്നത്, കർത്താവേ വേലി ഒന്ന് പൊളിച്ചതാ, ഞാൻ എന്ത് ചെയ്യാം? നിനക്കെതിരെ അവനെ തിരിക്കാം. ആമേൻ. അപ്പൊ നമ്മുടെ മനസ്സിലോട്ട് ഞാൻ പറഞ്ഞു വന്നോട്ടെ, തീർന്നില്ല. അതാ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇയ്യോബിന്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് ഇയ്യോബിന്റെ ഒരു നിലവിളി നമുക്കവിടെ കാണാൻ പറ്റും. ഇയ്യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് ആ വലിയ പരീക്ഷ ഉണ്ടായി, തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. സാത്താൻ അവനെ എന്ത് ചെയ്തു? പരീക്ഷിച്ചു. ആ പരീക്ഷ നിമിത്തം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശോധനകൾ ഉണ്ടായി. പക്ഷെ ഇയ്യോബ് പറയുന്നൊരു വാക്കുണ്ടായിരുന്നേ, എനിക്കൊരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കിത് വരികയില്ലായിരുന്നു. എത്ര പേര് ആ വചനം കണ്ടിട്ടുണ്ട്? എനിക്കൊരു മധ്യസ്ഥനുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ദൈവസന്നിധിയിൽ എനിക്കൊരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കിത് വരികയില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ ഉറവിടം, അപ്പൊ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവസന്നിധിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, അപ്പൊ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ? ഇയ്യോബിന് പരീക്ഷ വരുന്ന സമയത്ത് സാത്താനെ, നീ നിന്റെ പാട്ടിന് പോ, എന്റെ ഭൃത്യനാണ്, തൊട്ടാൽ നീ വിവരം അറിയുമെന്ന് പറയുവാൻ ഇയ്യോബ് പറയുക, എനിക്കൊരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നുവെങ്കിൽ. നോക്കിക്കേ, ഹല്ലേലൂയ.
അപ്പൊ എനിക്കൊരു മധ്യസ്ഥൻ അവിടെ നോക്കിക്കേ, ഞാൻ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല. കണ്ടോ, ഞങ്ങൾ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനില്ല. ആമേൻ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു മനുഷ്യർക്കും ദൈവത്തിനും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ. കണ്ടോ, തിമോഥെയോസ് പറയുന്നു മനുഷ്യർക്കും ദൈവത്തിനും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ. അപ്പൊ മധ്യസ്ഥൻ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? മധ്യസ്ഥൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് നിമിത്തം വരത്തില്ല? ഒരു പ്രതിസന്ധി വരുമ്പോഴേക്കും ഇടപെടും. ഓ ജീസസ്. ഒരു മധ്യസ്ഥൻ വരുമ്പോൾ എന്ത് ചെയ്യും? മധ്യസ്ഥൻ പെട്ടെന്ന് ചാടി വീഴും. നമുക്കറിയാം, യുദ്ധങ്ങൾ വരുന്ന സമയങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ആ രണ്ട് രാജ്യങ്ങളുടെ നടുവിലേക്ക് മധ്യസ്ഥനായി വരുന്ന വ്യക്തി ഒരിക്കലും രണ്ട് രാജ്യങ്ങളെക്കാൾ ശക്തി കുറഞ്ഞൊരു വ്യക്തി ആയിരിക്കത്തില്ല. ഈ രണ്ട് രാജ്യങ്ങളെയും കൺട്രോൾ ചെയ്യുവാൻ ശക്തി ഒരു വ്യക്തിയായിരിക്കും എപ്പോഴും വരുന്നത്. ആമേൻ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ബൈബിളിൽ പറയുന്നത് വാക്യമുണ്ടോ? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ. കണ്ടോ, ഇയ്യോബിന്റെ പ്രാർത്ഥന എന്നായിരുന്നു? ഒന്ന് വായിക്കാൻ പറ്റുമോ? ഇയ്യോബിന്റെ പ്രാർത്ഥന എന്നായിരുന്നു? ഞങ്ങൾക്ക് എന്തില്ലായിരുന്നു? ഞങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥനില്ലായിരുന്നു. കണ്ടോ, എനിക്കൊരു മധ്യസ്ഥൻ ഇല്ലായിരുന്നതെങ്കിൽ, മധ്യസ്ഥൻ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്ത് പറ്റി? ഇത് നടക്കുന്നില്ല. നമുക്കൊരു മധ്യസ്ഥനുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോക്കിയോണം. അപ്പൊ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന മധ്യസ്ഥൻ. ഹല്ലേലൂയ. അപ്പൊ ഈ മധ്യസ്ഥന്റെ അകത്താണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഇയ്യോബിന്റെ, അപ്പൊ ചോദ്യം, ഇയ്യോബിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു അനുവാദം ഉണ്ടായി? ചോദ്യം, ഇയ്യോബിന്റെ ജീവിതത്തിൽ പിശാചിനൊരു ആക്സസ് ഉണ്ട്. അതായത് പിശാചിന് അവന്റെ ജീവിതത്തിൽ കയറാൻ വേണ്ടിയുള്ള ആക്സസ് ആണ് പാപം. നിങ്ങൾ എപ്പോഴും നോക്കിയോണം, ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ വായിക്കുന്ന സമയത്ത് മനുഷ്യൻ പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ബൈബിൾ തന്നെ പറയുന്നു അന്യനും പരദേശിയുമാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ പിശാചിന് വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയും. ആമേൻ. ഇനി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് പഴയ നിയമത്തിൽ യെരൂശലേം എന്ന് പറഞ്ഞ വലിയൊരു ദേവാലയം അവിടെ കാണാൻ പറ്റും. എപ്പോഴും പറയുന്ന വാക്യങ്ങളെങ്കിലും ഞാൻ എടുത്തു പറയുവാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പഴയ നിയമത്തിൽ വരുമ്പോഴേക്കും ദൈവത്തിന്റെ ആലയത്തിൽ ജനം വരണം. അവിടെ ദൈവത്തിന്റെ ഒരു കൃപാസനമുണ്ട്. ആ കൃപാസനത്തിൽ അകന്നതുകൊണ്ടാണ് നമുക്ക് രോഗം വരുന്നത്. ഏതാ സിസ്റ്ററെ? അപ്പൊ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടാണ് നമുക്ക് രോഗം വരുന്നത്. ഞാൻ പറഞ്ഞു വരാ സിസ്റ്റർ, കേട്ടോണം. രോഗം വരാം, ഇതിന്റെ എല്ലാം ഉത്ഭവം ഉൽപ്പത്തി പുസ്തകമാണ്. ദൈവം ഒരിക്കലും നിങ്ങൾക്ക് ക്യാൻസർ വരാനോ ട്യൂമർ വരാനോ തലവേദന വരാനോ ചെവിവേദന വരാനോ കാലുവേദന വരാനോ കണ്ണു പോകാനോ അങ്ങനെയല്ല സൃഷ്ടിച്ചിരുന്നത്. ദൈവം ഏറ്റവും അനുഗ്രഹമായിട്ടാണ് സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ പാപനിമിത്തം പാപത്തിന്റെ സൈഡ് എഫക്റ്റുകളാണ് രോഗം, ശാപം, കട്ടത, ദുരിതം, പ്രയാസമെല്ലാം. ഇതെല്ലാം നമ്മളിലേക്ക് ആക്റ്റീവായി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഇങ്ങനെ അകന്നു പോയ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടിയാണ് രക്ഷ എന്ന ദൈവത്തിന്റെ പദ്ധതിയെ വെളിപ്പെടുത്തുന്നത്. രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം റീസ്റ്റോറേഷൻ, യഥാസ്ഥാനപ്പെടുത്തുക. എവിടെ നിന്നാണോ പോയത് അവിടെ കൊണ്ട് തിരിച്ചു വെക്കുക. ആമേൻ. പാപത്തെ പറ്റി പറഞ്ഞ് മിസ് ദ മാർക്ക് എന്നാണ് പറഞ്ഞത്. അതായത് എങ്ങോട്ടോ പോകേണ്ട ഒരു അടയാളം, ഒരു വേ നമ്മൾ മിസ്സായിപ്പോയി. ഇങ്ങനെ മനുഷ്യനെല്ലാം പാപത്തിൽ നിന്നും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാണ്. എന്നാൽ ഇയ്യോബിന് ദൈവത്തിന്റെ ഒരു കൃപ ലഭിച്ചെന്നിരിക്കട്ടെ. പക്ഷെ ഇയ്യോബിന്റെ മേലൊരു സ്വാധീനമുണ്ട്. എബ്രായ ലേഖനം വായിക്കുമ്പോൾ ബൈബിൾ പറയുന്ന മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും മനുഷ്യരെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി തന്റെ മരണത്താൽ. നോക്കിക്കേ, അപ്പം മരണത്തിനൊരു അധികാരിയായി പിശാചിനെ ആ കാലഘട്ടത്തിൽ ഏൽപ്പിച്ചിരുന്നു. അതിന്റെ അർത്ഥം എന്തുവാ? മരണം എന്താണ്? പാപത്തിന്റെ ശമ്പളമാണ്. ഇതിനൊരു അധികാരിയായി പിശാചിനെ ഏൽപ്പിച്ചു. അപ്പൊ ഇവന് മനുഷ്യന്റെ മേലെ ഒരു ആക്സസ് ഉണ്ട്. ഏത് മനുഷ്യനെയും തൊടുവാൻ ഇവനൊരു ആക്സസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവൻ അനുവാദം ചോദിക്കുന്നത്. അനുവാദം ചോദിക്കുക. അപ്പൊ അനുവാദം ചോദിക്കുമ്പോൾ നമുക്കറിയാം, എൻ്റെ കോൺവെർസേഷൻ നമുക്കറിയാം, ഇയ്യോബിന്റെ ജീവിതത്തിൽ ശോധനകൾ ഉണ്ടായി. അപ്പൊ ഇങ്ങനെ ശരീരത്തിൽ ഓരോ ശാപകട്ടതകളെല്ലാം വരുന്ന സമയത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ മരത്തിന്മേൽ ശാപ രോഗ കട്ടതകളെല്ലാം വഹിച്ചു. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രോഗത്തെ, ശാപത്തെയും കട്ടത, ദുരിതം എല്ലാം വഹിച്ചു. എന്നാൽ പ്രാക്ടിക്കൽ ലൈഫിലോട്ട് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് രോഗസൗഖ്യ ജീവിതമല്ല, രോഗം സൗഖ്യമാകുന്ന ജീവിതമല്ല. നിങ്ങൾക്ക് രോഗം വന്നു,
സൗഖ്യമായി. നാളെ വീണ്ടും രോഗം വന്നു, സൗഖ്യമായി. വീണ്ടും രോഗം വരുന്നു, സൗഖ്യമായി. ഇങ്ങനത്തെ ജീവിതമല്ല. വിശ്വാസ ജീവിതം ആരോഗ്യമുള്ള ജീവിതമാണ്. കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. ആരോഗ്യമുള്ള ജീവിതം. അപ്പൊ ഇതെങ്ങനെ ബ്രദറെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും? ഞാൻ സിമ്പിളായിട്ട് പറയാം. സാധാരണ രോഗം മാറാൻ വേണ്ടി നിങ്ങൾ എന്തുവാ പറയുന്നത്? രോഗം വരുമ്പോ യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നു. എത്ര പേര് പറയുന്നുണ്ട് യേശുവിന്റെ അടിപ്പിണലേക്ക് ആരോഗ്യം വന്നിരിക്കുന്നെന്ന്? ഇനി മുതൽ പറയണം. ഇനി മുതൽ പറയണം, യേശുവിന്റെ അടിപ്പിണലേക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. ദിവ്യ ആരോഗ്യം. രോഗമില്ലാത്ത അവസ്ഥയാണ്. ഇത് വല്ലോ നടക്കുവോ ബ്രദറെ? രോഗത്തിന് സൗഖ്യമാകാൻ പറ്റുമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകാനും പറ്റും. മനസ്സിലായോ? രോഗത്തിന് സൗഖ്യമാകുവാൻ കഴിയുമെങ്കിൽ ശ്രദ്ധിച്ച്, നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമുള്ളതാക്കുവാനും കഴിയും. ആമേൻ. ഇതാണ് ക്രൂശിലെ വില എന്ന് പറയുന്നത്. ഇനി കേട്ടോണേ. അപ്പം ഇവിടെ നോക്കിയോണം, ഇയ്യോബിന്റെ വചനം വായിക്കുമ്പോൾ ഇയ്യോബിന്റെ എന്തുകൊണ്ടാണ് ഇയ്യോബ് ഒരു മധ്യസ്ഥനില്ല എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, ഞാൻ ഒരിക്കലും മധ്യസ്ഥ പ്രാർത്ഥനകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ശ്രദ്ധിച്ചോണേ, മധ്യസ്ഥ പ്രാർത്ഥനകൾ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാക്ടീസ് യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യന്റെ ഉള്ളത്തിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ്. എന്തുകൊണ്ടത് പറയാൻ കാരണം, നിങ്ങൾ ഈ വചനം വ്യക്തമായിട്ട് നോക്കുക. ദൈവം ഒരാളേ ഉള്ളൂ. ശ്രദ്ധിച്ച്, ദൈവത്തിനും മനുഷ്യനും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ. അത് നിങ്ങളുടെ എന്താ പറയുന്നത്, സത്യവേദ പുസ്തകമായിക്കോട്ടെ, POC കാത്തലിക് വേദപുസ്തകം ആയിക്കോട്ടെ, ഓർത്തഡോക്സിന്റെയോ മർത്തോമയുടെയോ ഏത് ബൈബിൾ ആയിക്കോട്ടെ, ആ എല്ലാ ബൈബിളിൻ്റെ അകത്തും പറഞ്ഞിരിക്കുന്നത് മനുഷ്യനും ദൈവത്തിനും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ. എന്തുകൊണ്ടാണ് യേശുവിനെ മാത്രം മധ്യസ്ഥനാക്കിയിരിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് യേശു മാത്രം മധ്യസ്ഥൻ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് വേണ്ടി യേശു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് മാത്രമല്ല, അല്ല, ഈ ഒറ്റ വാക്കുകൊണ്ടാ. നോക്കിയേ, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാകുന്നു. യേശുവിന്റെ പവറാണത്. യേശുവിന്റെ പവറാണത്. യേശുവിന് മാത്രമേ പവറുള്ളൂ ഒരു വ്യക്തിയെ പൂർണ്ണമായും രക്ഷിക്കുവാൻ. ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നിന്നുകൊണ്ട് എന്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വേണ്ടി വാദിക്കാൻ ആർക്കാ ധൈര്യമുള്ളത്? യേശുവിന് മാത്രം. രണ്ട്, യേശുവിന് മാത്രമേ ഉള്ളൂ എന്നെ പൂർണ്ണമായി, എന്നുള്ള വാക്കുകൊണ്ടോ, ഇതാണ് മധ്യസ്ഥൻ. അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണ്. ഇതുകൊണ്ടാണ് ഇയ്യോബ് പറഞ്ഞു നോക്കിയ വാക്കുകൊണ്ടോ, എനിക്കൊരു മധ്യസ്ഥനില്ല. അതിന്റെ അർത്ഥം എന്തുവാ? എന്നെ പൂർണ്ണമായും വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ ഒരു മധ്യസ്ഥൻ. കണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, ഇയ്യോബിന്റെ കാലഘട്ടത്തിൽ മധ്യസ്ഥനായി യേശു ഉണ്ടായിരുന്നുവെങ്കിൽ പിശാചിന് തൊടാൻ പറ്റുമായിരുന്നോ? ഇല്ല. കണ്ടോ? എന്താ കാരണം? അപ്പൊ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി യേശു എന്ത് ചെയ്യും? പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കും. പിശാച് പറയുക, കർത്താവേ, എന്റെ ദൈവമേ, ആ വേലി ഒന്ന് പൊളിക്ക്, ഞാൻ ഇപ്പൊ അവനെ എന്ത് ചെയ്യാം? അങ്ങക്കെതിരെ തിരിച്ചു കാണിക്കാം. ഉടനെ യേശു വലത്തുഭാഗത്തിരിക്കുക, തൊട്ടാ നീ വിവരം അറിയും. ഇതെന്റെ രക്തത്തിന്റെ വിലയാണ്. എന്റെ നാമത്തിലെ വിശ്വാസത്താലാണ് ആ മകള് നിൽക്കുന്നത്. എന്റെ നാമത്തിലെ വിശ്വാസത്തിലാണ് മകൻ നിൽക്കുന്നത്. എന്റെ നാമത്തിലാണ് അവർ നിൽക്കുന്നത്. അവരെ തൊട്ടാൽ നീ വിവരം അറിയും. കാര്യം അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണ്. അപ്പൊ എന്റെ ചോദ്യം, എന്തുകൊണ്ട് ഇയ്യോബിന്റെ കാലഘട്ടത്തിൽ യേശു പ്രവർത്തിച്ചില്ല? എന്തുകൊണ്ട് യേശു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ പിതാവിന്റെ കൂടെ? എന്തുകൊണ്ട് യേശുവിന്റെ കാലഘട്ടത്തിൽ ഇയ്യോബിന്റെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചില്ല? ഇതാണ് പ്രിയരെ നമ്മൾ കൃപ ലഭിച്ചവർക്ക് എന്ന് പറയാൻ കാര്യം. മനസ്സിലായോ? പഴയ നിയമ പിതാക്കന്മാർ ആഗ്രഹിച്ചു ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി. യേശുവിന്റെ കാലഘട്ടത്തിൽ കണ്ടോ? അതാണ് യേശു ക്രിസ്തുവിന്റെ ശക്തി, രക്ഷയുടെ ശക്തി.
നിത്യജീവന്റെ ശക്തി. ഇത് നിങ്ങൾ ഈ ലൈഫാണ് നിങ്ങൾ ഇപ്പൊ പോകുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെ നിന്നറിയാവോ? പഴയ നിയമത്തിൽ നിൽക്കുക പുതിയ നിയമ വിശ്വാസി. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൈവമാണ് പരീക്ഷിച്ചതെന്ന് ഓർത്തുകൊണ്ടാണ് യോബിനെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമെന്നറിയാവോ? ഒരു രോഗം വരുമ്പോൾ ഉടനെ നമ്മൾ പറയും, ദൈവം അറിയാതെ ഒന്നും അല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ സഹോദരി ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നു? അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ എന്താ സിസ്റ്റർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പോയ സഹോദരി ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്നുകൂടെ ദൈവത്തിൽ നിന്നകന്നു പോയതുകൊണ്ടാണോ രോഗം വരുന്നത്? ഇനി കേട്ടെ. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ചോദ്യമാണ് എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസത്തിൽ. അപ്പൊ ഇന്നാളെ ഞാൻ ഒരു വലിയൊരു 3 ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുത്തായിരുന്നു. വിശ്വാസിക്ക് എന്തുകൊണ്ട് രോഗം വരുന്നു, അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? 3 ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ 4ാമത്തെ ക്ലാസ് ഇല്ലാഞ്ഞത്. എന്തുകൊണ്ടാണ് വിശ്വാസിക്ക് രോഗം വരുന്നതെന്നൊരു ക്ലാസ് എടുത്തായിരുന്നു. എന്തുകൊണ്ട് വിശ്വാസിക്ക് പ്രതിസന്ധികൾ വരുന്നു? അവിശ്വാസം മൂലം. ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയം പ്രാർത്ഥിക്കുമ്പോ ആ സൗഖ്യം ചിന്തിക്കുന്നില്ല, ചിന്തകൾ മാറുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു വാതിൽ തുറന്ന് അകത്തോട്ട് കയറുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ നമ്മൾ ജീവിക്കണം. നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് വന്നിട്ടില്ല. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് വന്നിട്ടില്ല. നമ്മുടെ ആത്മാവിൻ്റെ അകത്ത് രക്ഷ വന്നു. നോക്കിക്കേ, നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുവിൻ്റെ വരവെങ്കിൽ ജീവിച്ചിരിക്കുന്ന നാമോ രൂപാന്തരപ്പെടും. മരിച്ചവർക്കും രൂപാന്തരം ഉണ്ടാവും, ജീവനോടെ ശേഷിക്കുന്ന നാമോ രൂപാന്തരപ്പെടും. അപ്പം നമ്മുടെ ശരീരം ഇപ്പോഴും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഈ പുള്ളി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഈ പുള്ളിയുടെ മനസ്സിൽ നമ്മുടെ ശരീരം ഇപ്പോഴും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായിരിക്കുന്ന അവസ്ഥയിൽ കിടക്കുക. ഇത് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കണം. മനസ്സിലായോ? നമ്മുടെ ശരീരം ഇപ്പോഴും നിൽക്കുന്നത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായ ആദത്തിന്റെ ശരീരത്തോടാണ് ഇപ്പൊ കിടക്കുന്നത്. ആ വ്യക്തിയോട് പറയണം, നമ്മളിപ്പോ രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ബൈബിൾ 3ആയിട്ട് പറയുന്നത്, ദേഹം, ദേഹി, ആത്മാവ്. യേശു പറഞ്ഞല്ലേ, ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. അപ്പൊ ഇച്ചിരി ബലഹീനതയുണ്ട് ജഡത്തിന്. അപ്പൊ ഈ പുള്ളീനെ നമ്മൾ എന്ത് ചെയ്യണം? ശരീരത്തോട് കൽപ്പിക്കണം, ശരീരമേ യേശുവിന്റെ അടിപ്പിണരാൽ നമുക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറയുന്ന വചനം ഒരു വേലി കെട്ടുവാണ്. നിങ്ങളിപ്പോ നിങ്ങളുടെ ശരീരത്തെ നോക്കിയിട്ട് പ്രവചിക്കണം, ശരീരത്തോട് പറയണം. ഇപ്പൊ ഞാൻ ചോദിച്ചില്ല, രോഗം വരുമ്പോൾ നമ്മൾ കൈവച്ചിട്ട് എന്നാ പറയുന്നത്? യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ബ്രദറെ, ഇപ്പൊ എനിക്ക് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ ഇന്നലെ നമ്മുടെ UK മീറ്റിങ്ങിൻ്റെ അകത്ത് ഇന്നലെ മിനിഞ്ഞാന്നത്തെ ശനിയാഴ്ചത്തെ UK നമുക്ക് ഈസ്റ്റ് ഹാമിൽ പ്രെയർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ 2 കാര്യങ്ങളാണ് കർത്താവ് ആ വ്യക്തിക്ക് വേണ്ടി. അപ്പോൾ എന്തുകൊണ്ടത് എൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷി. ഞാൻ ഇന്നലെ സൺഡേ മീറ്റിംഗ് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സാക്ഷ്യം ഇന്നലെ പറഞ്ഞായിരുന്നു. എത്ര പേര് ഇത് കേട്ടു? നിങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. സൺഡേ ഇന്നലത്തെ UK മീറ്റ് കേട്ടു. അപ്പം നമ്മുടെ ലൈഫിൻ്റെ അകത്ത് ഈ നമ്മുടെ പരിമിതികൾക്കപ്പുറമായിട്ടൊരു അഭിഷേകം നമ്മുടെ മേലുണ്ട്. നമ്മുടെ പരിമിതികൾക്ക് അപ്പുറമായൊരു സൂപ്പർ നാച്ചുറൽ അധികാരത്തിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു 2 സാക്ഷ്യം എന്ന് പറയാൻ കാരണം, അവിടെ വന്ന ഒരു വ്യക്തിക്ക് വേണ്ടി, അപ്പം അവിടെ എനിക്കൊന്ന് കൂടുതൽ രോഗികൾ അവിടെ വന്നത്. അപ്പം ഞാൻ അവിടെ നമ്മുടെ സിസ്റ്ററോട് ഷിബാസോടൊക്കെ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, നിങ്ങൾ മാക്സിമം രോഗികളെ കൂട്ടിക്കൊണ്ട് വരണം. എന്തുകൊണ്ടാണ് രോഗികളെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുന്നതിൻ്റെ കാരണം, രോഗം എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ളതല്ല. രോഗമല്ലായിരുന്നു ദൈവം വെച്ചിരുന്നത്. ദൈവം വെച്ചിരുന്ന ആരോഗ്യമായിരുന്നു. കേട്ടോ, ദൈവം വെച്ചിരുന്നത് ആരോഗ്യമായിരുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ ഒരിക്കലും ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും കുറേ കഴിയുമ്പോൾ അവർക്ക് ക്യാൻസർ വരും, അവസാനം ഹവ്വ മരിക്കും, ആദം കുറയുമ്പോഴേക്കും ആദത്തിന് തളർവാദം വരും, ആദം രോഗക്കിടക്കയിൽ കിടക്കും, അവസാനം അവർ 2 പേരും ഏദൻ തോട്ടത്തിൽ കുഴിച്ചിടപ്പെടും. ഇതല്ലായിരുന്നു തമ്പുരാന്റെ പ്ലാൻ. വാഴുക, സർവ്വത്തിന്റെ മീതെ വാഴുക, ഇതായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. ആമേൻ. ഇങ്ങനെ എന്ത് ചെയ്തു? ഇങ്ങനെ വന്നവരെന്ത് ചെയ്തു? പാപനിമിത്തം ഇവരുടെ ശരീരത്തിൽ പാപത്തിന്റെ പരിണിത ഫലങ്ങൾ, അതായത് അതിന്റെ സൈഡ് എഫക്റ്റുകൾ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റുകൾ ബോഡിയിൽ ഉണ്ടായതാണ് രോഗം. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പം നിങ്ങളുടെ ശരീരത്തിന് രക്ഷ വന്നിട്ടില്ല, അതായത് റീസ്റ്റോറേഷൻ വന്നിട്ടില്ല.
വീണ്ടെടുപ്പ് വന്നിട്ടില്ല. ഇത് വെച്ചോണ്ടാണ് ഈ പിശാച് ദുരുപദേശം മൊത്തം ഇറക്കുന്നത്. ഇത് വെച്ചോണ്ടാ. ഇയ്യോബിന്റെ ശരീരത്തിൽ വീണ്ടെടുപ്പില്ല, അവന് സ്വാധീനമുണ്ട്. ഇയ്യോബിന്റെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇവൻ എപ്പോൾ വേണേലും ഇയ്യോബിനെ തൊടാൻ പറ്റും. രോഗം വന്നോ എന്ത് ഇറക്കാൻ പറ്റും. എന്നാൽ പുതിയ നിയമത്തിൽ വരുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ടാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ശരീരത്തെ പറ്റി ബൈബിൾ ഒരു വാക്യം, ഞാൻ എപ്പോഴും പറഞ്ഞ വാക്യം നിങ്ങൾ എടുത്തിട്ട് അങ്ങോട്ട് വരാവേ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമൊന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. എന്താ വാക്കിന്റെ അർത്ഥം? വിലയ്ക്ക് വാങ്ങി എന്നതിന്റെ അർത്ഥം എന്തുവാ? ഇതിനു മുമ്പ് എന്തായിരുന്നു? അല്ല, ഇപ്പൊ നിങ്ങൾ പറയൂ, ഞാനിപ്പോ ബ്രദറെ ഒരു മൊബൈൽ ഫോൺ അങ്ങോട്ട് മേടിച്ചു. അപ്പൊ എന്റെ ചോദ്യം, അപ്പൊ മൊബൈൽ ഫോൺ എവിടെയായിരുന്നു? മൊബൈൽ ഫോൺ അപ്പൊ എവിടെയോ ആയിരുന്നു നമ്മുടെ ശരീരം. അതുകൊണ്ടാണ് വിലയ്ക്ക് വാങ്ങി. പാപത്തിലായിരുന്നു. അപ്പൊ പാപത്തിലിരിക്കുന്ന ശരീരത്തെ സാത്താൻ എന്ത് ചെയ്യാൻ പറ്റും? എന്തും ചെയ്യാൻ പറ്റും. അപ്പൊ കർത്താവായ യേശുക്രിസ്തു നമ്മളെ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ നമ്മുടെ ശരീരത്തെയും കൂടെ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ശരീരത്തിൽ രൂപാന്തരം വന്നിട്ടില്ല. പക്ഷെ ആത്മാവിലെ വീണ്ടെടുപ്പ് ശരീരത്തിന്റെ മേലും സംഭവിച്ചിരിക്കുക. രൂപാന്തരപ്പെട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, ഇപ്പോൾ എന്റെ ശരീരം വിലയ്ക്ക് വാങ്ങി. ഇനി ഞാൻ ചോദിച്ചോട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തെ വിലയ്ക്ക് വാങ്ങി. പരിശുദ്ധാത്മാവിന് ഒരാഗ്രഹം, ഈ ബോഡിയിൽ ഇച്ചിരി ക്യാൻസർ കൊടുത്താലോ? പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുവോ? പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഒരു കാര്യം ചെയ്യുക, എന്റെ ശരീരമല്ലേ, ഒരു കാര്യം ചെയ്തേക്കാം, ഒരു കാലുവേദന കൊടുത്തേക്കാം, ഒരു മുട്ടുവേദന കൊടുത്തേക്കാം, ഒരു ബാക്ക് പെയിൻ കൊടുത്തേക്കാം. അങ്ങനെ ദൈവത്തിന് കൊടുക്കാവോ? ഇല്ല. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യാത്തത്? ദൈവത്തിന്റെ സ്വഭാവം നമുക്കറിയാം. ദൈവത്തിന്റെ സ്വഭാവം വ്യക്തമായി വെളിപ്പെടുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം പെസഹ ആചരിച്ചതിന് ശേഷം ഒരു വാക്യമുണ്ട്, അവരിൽ ആരും ബലഹീനരുണ്ടായിരുന്നില്ല. അതിനുശേഷം അവരിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല. അടുത്ത വാക്കിന്റെ പറഞ്ഞു, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ വസ്ത്രം മുഷിയുന്നില്ല. അതിന്റെ അർത്ഥം എന്തുവാ? ഒരു സൈനാണ് പെസഹ കുഞ്ഞാട് എന്നുള്ളത്. വരാൻ പോകുന്ന ക്രിസ്തുവിന്റെ നിഴലാണ്. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വെളിപ്പെട്ടപ്പോൾ തന്നെ ആ സെക്കൻഡിൽ അവരുടെ ബലഹീനതകൾ മാറി. അവരുടെ വസ്ത്രം മുഷിഞ്ഞില്ല, തിരിപ്പ് തേഞ്ഞില്ല. ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒരാടാണ്, യേശു അല്ലത്. അപ്പൊ ഒറിജിനൽ വെളിപ്പെട്ടാലോ? ആമേൻ. അപ്പൊ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാക്കി. നിങ്ങളുടെ ശരീരം എന്നൊരു വാക്കുണ്ടോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ വാക്കുകൊണ്ടോ? അപ്പൊ ഇതെല്ലാം പറയുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും വേദനയുണ്ടല്ലോ, രോഗമുണ്ടല്ലോ, ആ വിഷയങ്ങൾ ഉണ്ടല്ലോ. ബ്രദറെ, അതെന്താ ബ്രദറെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാത്തത്? അവിടെയാണ് റോമാലേഖനം 8-ാം വാക്യത്തിലെ ആ വാക്യം നോക്കിക്കേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന് തമ്മിൽ വേർപിരിക്കാൻ കഴിയത്തില്ല, ഞാൻ ഉറച്ചിരിക്കണം. എനിക്കകത്തൊരു ഉറപ്പ് കയറണം, എൻ്റെ ശരീരം രോഗത്തിനുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിന്റെ സിസ്റ്റം എന്തുവാ? ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഇന്ത്യ മഹാരാജ്യത്തിന്റെ സിസ്റ്റം എന്തുവാ? കാറ് ആർക്കും ഓടിക്കാൻ പറ്റുമോ? ലൈസൻസ് വേണം. ചോദിച്ചോട്ടെ, അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ അധികാരം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? നമ്മുടെ അങ്ങനെയല്ല. ശ്രദ്ധിച്ചത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് രോഗം മാറി എന്ന് പറഞ്ഞ് ശീലിക്കുമ്പോ രോഗം വരുമ്പോഴാണ് നമ്മൾ ഈ പ്രാർത്ഥന ഉപയോഗിക്കുന്നത്, അല്ലേ? ഇനി മുതൽ നിങ്ങൾ പറയണം, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. കേട്ടോണേ. അപ്പൊ രോഗം മാറാൻ വേണ്ടി നമ്മൾ സൗഖ്യത്തിന്റെ വചനം ഉപയോഗിക്കുമ്പോൾ അതേ വചനം കൊണ്ട് തന്നെ ആരോഗ്യത്തെ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ബലഹീനത എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തുവാ? എന്റെ അർത്ഥം എന്തുവാ? ബലഹീനത ഇച്ചിരി കുറവുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയത്തില്ലേ, നമ്മൾ പറയത്തില്ല, നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഇച്ചിരി കഴിവ് കുറവുള്ള അയാൾ ഇച്ചിരി ബലഹീന കേട്ടോ. എന്റെ അർത്ഥം എന്താ? കുറച്ചുകൂടെ കെയർ കൊടുക്കണം. അതല്ല എന്റെ അർത്ഥം.
അല്ല, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയണത് അയാൾ ഇച്ചിരി ബലഹീനനാണ് കേട്ടോ എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? നമ്മള് കുറച്ചും കൂടെ കുറച്ച് കെയർ കൊടുക്കണം. അപ്പൊ ബൈബിൾ പറയുന്നു, യേശു പറഞ്ഞു, ജഡമോ ആത്മാവ് ഒരുക്കമുള്ളത്, ജഡം ബലഹീനമാണ്, അപ്പൊ ഇച്ചിരി കെയർ കൊടുക്കണം. ഈ പുള്ളിക്ക് എന്ത് പറ്റും? പിള്ളേരെ പോലെയാ. ഐസ്ക്രീം കാണുമ്പം ചാടി പിടിക്കാൻ നോക്കും, കാണുന്നിടത്ത് എല്ലാം എന്ത് ചെയ്യും? പിടിക്കാൻ നോക്കും. അപ്പൊ ഇത് ഈ ലോകത്തോട് അനുരൂപരാകാൻ നോക്കും, രോഗത്തെ ഇത് ക്ഷണിക്കുവാൻ ശ്രമിക്കും, ഈ ലോകത്തിലെ പ്രതിസന്ധികളിലോട് ഇത് അട്രാക്റ്റഡ് ആകും, ഇതിനോട് അനുരൂപനാകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണേ, ഈ ശരീരം എന്റേതല്ല, ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെയാണ്, എന്നെ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. ശരീരത്തോട് കൽപ്പിക്കണം, ശരീരമേ, യേശുവിന്റെ നാമത്തിൽ ആരോഗ്യം നമ്മുടെ അവകാശമാണ്, ആരോഗ്യം നമ്മുടെ അവകാശമാണ്, സമാധാനം എൻ്റെ അവകാശമാണ്, സന്തോഷം എൻ്റെ അവകാശമാണ്, നന്മ എൻ്റെ അവകാശമാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തെ ട്രെയിൻ ചെയ്തെടുപ്പിക്കണം. ഞാനതുകൊണ്ടാണ് പണ്ട് മുതലേ പറഞ്ഞത്, നിങ്ങൾ ഇതിനു മുമ്പ് വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ കൂട്ടായ്മയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു പുതിയൊരു കാഴ്ചപ്പാടാണ് ഈ പറയുന്നതെന്ന് തോന്നിയവരാരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു. അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾ അവിടെ വേറെ ബൈബിളാണോ വായിച്ചുകൊണ്ടിരുന്നത്? പിന്നെ എന്താ നിങ്ങൾക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നത്? വ്യാഖ്യാനം അതാണ് വ്യത്യാസം. വ്യാഖ്യാനമാണ് നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നത്. ഈ വ്യാഖ്യാനം കേട്ടതുകൊണ്ടാണ് നിങ്ങൾ ലൈഫ് ചേഞ്ച് ആകുന്നത്. ദൈവത്തിൽ നിന്ന്. അപ്പം നമ്മൾ പലപ്പോഴും നോക്കി ഈ വാക്ക് കണ്ടോ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ, അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ രോഗം വരുന്നത് അപ്പൊ ദൈവം അറിഞ്ഞുകൊണ്ടാണ്. ഞാൻ ഇന്നാളൊരു വാക്ക് പറഞ്ഞായിരുന്നു, ഇപ്പൊ ഉദാഹരണം പെട്ടെന്ന് പറയാൻ പറ്റുക. യേശുവിന്റെ അടിപ്പിണരാൽ നിങ്ങളുടെ രോഗം സൗഖ്യമായിരിക്കുന്നു. കേട്ടോ നിങ്ങള്? കേട്ടു. അപ്പൊ എന്റെ ചോദ്യം, മത്തായിയുടെ സുവിശേഷം 10-ാം വാക്യത്തിൽ യേശു പറയുന്നു, അല്ലെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 16-ാം വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങൾ ഭൂലോകത്തിന് അടുത്തോളം പോയിട്ട് എന്ത് ചെയ്യണം? അടുത്തത് പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം വാക്യത്തിൽ നമ്മൾ പറയുന്ന വാക്കാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം, യേശു ഇനി വന്ന് സൗഖ്യമാക്കുവോ? ഇല്ല. മക്കളെന്ന നിലയിൽ നമുക്ക് സകല അധികാരങ്ങളും തന്നു. അതാണ്. അപ്പൊ നമുക്കൊരു പ്രശ്നം വരുമ്പോ, ദൈവമേ നീ ഇത് കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ യേശു മിണ്ടുന്നില്ല, ദൈവം മിണ്ടുന്നില്ല. അപ്പൊ നമ്മുടെ ചിന്ത, കർത്താവെ അപ്പൊ നീ അറിഞ്ഞോണ്ടാ ഇത് വന്നതല്ലേ, കർത്താവെ എന്നാ മിണ്ടാത്തത്? തമ്പുരാൻ പറയും, ബൈബിൾ വായിക്ക്. ബൈബിളിനകത്ത് എന്തോ എഴുതി വെച്ചേക്കുന്നത്? ബൈബിൾ എടുത്ത് വായിക്ക്. യേശുവിന്റെ ക്രൂശിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, മത്തായി 10-ൽ പറഞ്ഞു, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കൂ. അപ്പൊ യേശു എന്നാ എടുക്കുക? കർത്താവ് എന്നാ എടുക്കുക? കർത്താവ് അവിടെ ഇരിക്കുക. കർത്താവ് അധികാരം കൊടുത്തു. കണ്ടോ? അപ്പൊ യേശു ഇങ്ങനെ യെരൂശലേമിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അവിടെ പോയി സൗഖ്യമാക്കുന്നത് ആരാ? ശിഷ്യന്മാർ. കണ്ടോ? ഇതാണ് അധികാരം. 2 മർക്കോസ് ഇതേ വാക്യം വീണ്ടും പറയുക, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ആര് കൈവെക്കും? യേശു കൈവെക്കുവാണോ? കണ്ടോ? അടുത്ത വാക്യം, ദൈവം അവർ പുറപ്പെട്ട് പ്രസംഗിച്ചു, കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചു. കണ്ടോ? കർത്താവ് ഇപ്പൊ നമ്മുടെ കൂടെ പ്രവർത്തിക്കുക. പക്ഷേ നമ്മുടെ കൈ ദൈവത്തിന് വേണം. നമ്മുടെ കൈ ദൈവത്തിന് വേണം. നമ്മുടെ നാവ് ദൈവത്തിന് വേണം.
ഹാലലൂയ. അപ്പൊ നിങ്ങൾ രോഗത്തിന്റെ അകത്തിരിക്കുമ്പോഴേക്കും നമ്മൾ പറയാ, ഓ കർത്താവ് അറിയാറൊന്നും അല്ലല്ലോ വന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിശാച് പറയാം, അത് തന്നെ ആമേൻ. കണ്ടോ ദൈവം അറിഞ്ഞുകൊണ്ടാണ്. ഇയ്യോബിനെ കണ്ടോ ദൈവം കണ്ടോ, ഇയ്യോബിന്റെ പെരക്കകത്ത് വന്നു, ഇയ്യോബിന്റെ വേലി പൊളിച്ചു, ഇയ്യോബിന് ദേഹത്ത് മുഴുവൻ രോഗം കൊടുത്തു, ഇയ്യോബ് ഓട്ട് കഷ്ണമായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണ്ടോ. ദൈവം ആരാന്നൊരു ദൈവം ദുഷ്ടനാ. എന്റെ പ്രിയരെ, നമ്മളെ അങ്ങനെ പഠിപ്പിച്ച് തലയ്ക്കകത്തോട്ട് കയറ്റി വരുന്ന ദൈവദാസന്മാര് മൊത്തം പറയും, യോബിനെ നോക്കിക്കേ, കണ്ടോ യോബിന്റെ ശോധന കണ്ടോ, ദൈവം അവനെ നമ്മൾ പറയുമ്പോ അങ്ങനെ ദൈവം അവനെ പരീക്ഷിച്ചു എന്നാ പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ടപ്പം പറഞ്ഞതാ അത് ശോധനയാണ്. ആരാ പറഞ്ഞത് സിസ്റ്റർ? ഒരാള് വിശ്വാസികളായ ഒരാള് പറയുവാ ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടെ ശോധനയാണ് വസ്തുവെല്ലാം വീടുമെല്ലാം പോയപ്പോ. ഞാനതാ സിസ്റ്റർ പറഞ്ഞത്. ഈ വാക്ക് കണ്ടോണേ, ഞാനിത് ഇതിങ്ങനെ ഞാനത് പറഞ്ഞു. നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ദൈവദാസന്മാരുടെ പേരുകളോ ഒരു സഭയുടെ പേരോ പറയല്ലേ. നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനെയും നമ്മൾ പേരുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സിസ്റ്റർ. ഇനി പറയുമ്പോൾ അങ്ങനെ പറയരുതേ, നമ്മൾ ആരെയും ഹട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ച് നോക്കിക്കേ. അപ്പൊ ആ സൗകര്യം പറഞ്ഞിട്ടില്ല, വീടും കാറും വീടും എല്ലാം കളയുന്നത് ദൈവമാണ്, ശോധനയാന്ന് പറയും. ഈ വാക്ക് ശ്രദ്ധിച്ചു കേട്ടോണേ. മോഷ്ടിപ്പാനും അറക്കാനും മുടിക്കാനും അല്ലാതെ കള്ളം വരുന്നില്ല. ഇത് ദൈവമാണോ? ദൈവത്തെ പറ്റിയാണോ പറയുന്നത്? അപ്പൊ അവൻ വരുന്നത് എന്തിനു വേണ്ടിയാ? കണ്ടോ, ഇത് ദൈവത്തെ പറ്റിയാണോ പറയുന്നത്? യേശുവിന്റെ വാക്ക് കണ്ടോ, യേശു പറയാ, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും. കണ്ടോ, അപ്പൊ വീടും കാറും സ്ഥലവും എല്ലാം കളഞ്ഞത് ദൈവമാണോ? നോക്കിക്കേ, മോഷ്ടിപ്പാനും അറക്കാനും മുടിപ്പിച്ച് കളയാൻ, ഡിസ്ട്രോയ് ചെയ്യുക. യോബിന്റെ ഭവനത്തിൽ എന്താ സംഭവിച്ചത്? അവിടെ മോഷ്ടിച്ചു, അവന്റെ തലമുറകളെ മോഷ്ടിച്ചു, അവന്റെ കുടുംബത്തെ മുടിപ്പിച്ചു, അവനുള്ളതെല്ലാം മുടിപ്പിച്ചു. ഇതാരാ? ദൈവമാണോ? യാക്കോബ് പറയുന്നു, ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കത്തില്ല പ്രിയരേ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഉടനെ നമ്മൾ എന്ത് പറയരുത്? ഇത് കർത്താവ് എന്നെ പരീക്ഷിക്കുക, ഞാൻ ഭയങ്കര പൊന്നായി മാറാൻ തമ്പുരാൻ എന്നെ പരീക്ഷിക്കുക. ആമേൻ 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 ആമേൻ. പ്രിയരെ, ആമേൻ പറഞ്ഞ് നിങ്ങൾ പിടിക്കുന്നത് നിങ്ങൾ അനർത്ഥത്തെയാണ്. വഴിയെ പോയ പിശാചിനെ വിളിച്ച് കയറ്റുകയാണ്. ഇതുകൊണ്ടാണ് ദുരുപദേശം വിട്ട് ഓടുവിനെന്ന് ബൈബിൾ പറയാൻ കാരണം. നോക്കിയേ, ബൈബിള് കണ്ടു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പെട്ടെന്ന് മനസ്സിൽ വന്നത് എന്തുവാ? എന്റെ സ്ഥലം പോയി, എന്റെ വീട് പോയി, എന്റെ കുടുംബം പോയി, എന്റെ വണ്ടി പോയി, എനിക്കുള്ളതെല്ലാം പോയി, രോഗം വന്ന് തകർന്ന് തരിപ്പടമായി. കർത്താവ് എന്നെ പരീക്ഷിക്കുക, ഞാൻ പൊന്നാക്കി മാറ്റിക്കൊണ്ടിരിക്കും എന്നെ. തൊട്ട് താഴത്തെ വാക്ക് ശരിക്കും വായിക്ക്. പരീക്ഷിക്കപ്പെടുമ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. കണ്ടോ? അപ്പൊ എനിക്ക് മനസ്സിലായി, അന്നത്തെ കാലത്ത് ആൾക്കാരെല്ലാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത വാക്കിൽ പറയുക, ദൈവം പരീക്ഷിക്കും, പക്ഷെ ദോഷങ്ങളാൽ എന്ത് ചെയ്യത്തില്ല? പരീക്ഷിക്കത്തില്ല. അറക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്ന പരീക്ഷ ദൈവത്തിൽ നല്ല പ്രിയരേ. അവന്റെ പ്രവൃത്തികളെ അഴിക്കണം. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. അതിനെ അഴിക്കുവാനാണ് കർത്താവിന്റെ കൃപ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ കൺഫ്യൂഷൻ മാറിയോ നിങ്ങൾക്ക്? താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു എന്നൊരു വചനം. അതാ പറയുക. അപ്പൊ നമ്മള് മക്കളാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചത്, നമ്മൾ അതാ പറഞ്ഞത്, നമ്മുടെ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, മക്കള് താൻ സ്നേഹിക്കുന്ന മക്കളെ ദൈവം ശിക്ഷിക്കുന്നു. അടുത്ത ചോദ്യം കേട്ടോണേ. യേശു ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ, അതായത് മുട്ട ചോദിച്ചാൽ പാപികളായ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? നിനക്ക് മുട്ട വേണം അല്ലേ, കണ്ണടയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് തേളിനെ കൊടുക്കുവോ? ഇല്ല. അപ്പം ചോദിച്ചാൽ കണ്ണടച്ച് ഇപ്പൊ അപ്പം തരാം, പാമ്പിനെ കൊടുക്കുവോ? ഇല്ല. കണ്ടോ? അപ്പൊ ലോകത്തിൽ പാപികളായ ഒരപ്പനും ഒരു കൊച്ചിന് പാമ്പിനെ കൊടുക്കത്തില്ല തിന്നാൻ, തേളിനെ കൊടുക്കത്തില്ലെങ്കിൽ യേശു പറയാണ്, സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികം. അപ്പൊ ഇതിന്റെ ഈ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് വേണം ആ വാക്ക് കേൾക്കാൻ. തന്നെ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുക. അപ്പൊ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് എന്തുവാ? ദൈവം ശിക്ഷിക്കുക. ഈ വാക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്യും, ശിക്ഷ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കൊച്ച് ഒരു തെറ്റ് ചെയ്തു, നീ ഒരു തെറ്റ് ചെയ്ത് മിസ്റ്റേക്ക് പറ്റിയല്ലേ, ഞാൻ അത് അനുകൂലിച്ച് പറയുമല്ല, തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ലൈസൻസും അല്ലത് കേട്ടോ. നമുക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ നമുക്കൊരു വിഷയം വന്നു, തമ്പുരാൻ പറയും, നീ എൻ്റെ മോനല്ലേ, ആ അടുക്കളയിൽ പോയിട്ട് ഇരുമ്പിന്റെ ഒരു കമ്പി എടുത്തിട്ട് 2 കാലും തല്ലി ഒടിച്ച്, കൈയും കാലും തല്ലി ഒടിച്ചിട്ട് ബെഡ് എടുത്തിട്ട് പറയും, കണ്ടോ ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ അനുസരണം. അങ്ങനെ ആരും പറയുമോ? എന്റെ പ്രിയരെ, മിസ്രൈമിലെ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി കേട്ട് ഇറങ്ങി വന്നയാളാ സൈന്യങ്ങളുടെ യഹോവ. അന്ന് പുത്രത്വം വന്നിട്ടില്ല. മനുഷ്യൻ പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നു പോയ കാലഘട്ടമാണ്. അവർക്ക് വേണ്ടി ഇറങ്ങി വന്നയാളാ നമ്മുടെ ദൈവം. ഒന്നും വേണ്ട, യേശുക്രിസ്തു ആരാണ്?
നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന കർത്താവല്ലേ, നമുക്ക് വേണ്ടി അടി കൊണ്ട്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ഇതാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ദുർവ്യാഖ്യാനങ്ങളിൽ നമ്മൾ പെട്ടുപോയി. ഇത് കേൾക്കും ആൾക്കാരുണ്ടോ, ദൈവം നിങ്ങളെ ശിക്ഷിക്കും കണ്ടോ, ബാലശിക്ഷ കണ്ടോ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എങ്ങനെ ശിക്ഷിക്കുന്നത്? നമ്മൾ ഈ ഭൂമിയിൽ അപ്പനും അമ്മ എത്രത്തോളമാണ് മക്കളെ സ്നേഹിക്കുകയും, നമ്മൾ മക്കളെ ശിക്ഷിക്കാറുണ്ടല്ലോ. ബാലശിക്ഷ അപ്പം തല്ലാത്ത മക്കളുണ്ടെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്, ശിക്ഷിക്കാത്ത. അപ്പൊ ഈ ശിക്ഷ മൊത്തം എന്തിനു വേണ്ടിയാ? ഇവരെ ക്രൂരമായിട്ടാണ് നമ്മൾ ഉപദ്രവിക്കുന്നതല്ല. അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അവൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന പറയരുത്. ദോഷങ്ങളാൽ തമ്പുരാൻ നിങ്ങളെ പരീക്ഷിക്കത്തില്ല, പരീക്ഷയോട് കൂടെ തന്നെ ഒരു പോക്കുവഴിയും വെച്ചിട്ടുണ്ട്. കണ്ടോ, കൊരിന്ത്യർ പറയുന്നത് പരീക്ഷിക്കുമ്പോൾ പരീക്ഷയോട് കൂടെ ഒരു പോക്കുവഴിയുണ്ട്. ഞാൻ വാക്ക് നിൽക്കാൻ വേണ്ടി ഞാൻ വാക്കി നിർത്തിലുണ്ട്. ദൈവം തരുമ്പോൾ സഹിക്കുവാൻ കഴിയുന്ന പരീക്ഷ, അത് തന്നെ 1 കൊരിന്ത്യർ 10:13. താങ്ക് യു സിസ്റ്റർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സമയം മുന്നോട്ട് പോവാട്ടോ. കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ബ്രദർ ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ചില രോഗങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പെട്ടെന്ന് മാറും. അപ്പൊ ചിലത് കുറെ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മാറില്ല. അപ്പൊ അതെന്തുകൊണ്ടാ? ഞാൻ പറയാം സിസ്റ്റർ, അതിലേക്കെല്ലാം ഞാൻ വരുന്നുണ്ട്. ശ്രദ്ധിച്ച് ഇവിടെ വാക്കുണ്ടോ? ആകയാൽ നാം നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. അടുത്ത വാക്യം, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നോക്കിയേ, ദൈവം വിശ്വസ്തൻ. ആ വാക്ക് മറന്നു പോകരുത്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നാ മനസ്സിലായത്? ദൈവം നിങ്ങൾക്ക് തകർച്ച തരുന്ന ദൈവമാണെന്ന് മനസ്സിലായി ഈ വാക്കിന്റെ അകത്തുനിന്ന്? നമുക്ക് സഹിക്കാൻ പറ്റുന്നതേ കണ്ടോ? അടുത്തത്, നമുക്ക് സഹിക്കാൻ പറ്റുന്നതേ ദൈവം സമ്മതിക്കത്തുള്ളൂ. അപ്പം യോബിനുണ്ടായ പരീക്ഷ ദൈവത്തിന്റെ പരീക്ഷയല്ല. യോബിന് സഹിക്കാൻ പറ്റിയില്ല. യോബ് പക്ഷെ നല്ലൊരു വിശ്വാസിയായിരുന്നു. യോബ് പിടിച്ചു നിന്നു കൃപയാൽ. പക്ഷെ യോബിന് സഹിക്കാൻ പറ്റിയില്ല. മക്കൾ നഷ്ടപ്പെട്ടു, ഭാര്യ വിട്ടേച്ചു പോയി, ദേഹം മുഴുവൻ രോഗാവസ്ഥയിലായി, സുഹൃത്തുക്കൾ പരിഹസിച്ചു. ഇത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നില്ലേ? ഇത് ദൈവത്തിൽ നിന്നുള്ള പരീക്ഷ അല്ല പ്രിയരെ. നമുക്കറിയാം, പിശാച് പരീക്ഷകനാണ്. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് വന്നിരിക്കുന്നു. കണ്ടോ, ഇവൻ പരീക്ഷ ചെയ്യുന്നയാളാണ്. അപ്പം മനസ്സിലാക്കണം, ഇത് ദൈവത്തിൽ നിന്നാണോ അതോ പിശാചിൽ നിന്നാണോ? പിശാചിൽ നിന്നാണെങ്കിൽ വിട്ടുകൊടുക്കരുതേ, വെട്ടി വീഴ്ത്തിക്കോണം. അവിടെയാണ് അധികാരം ഉയർത്തേണ്ടത്, അവിടെയാണ് ഡിസ്ട്രോയ് ചെയ്യേണ്ടത്. നമ്മൾ ആ വാക്ക് വായിച്ചില്ലേ, പിശാചിന്റെ പ്രവർത്തികളെ ഡിസ്ട്രോയ് ചെയ്യുവാൻ കർത്താവിൽ നമുക്ക് അധികാരമുണ്ട്. ആമേൻ. അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾ ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു രോഗം നമുക്ക് പെട്ടെന്ന് സൗഖ്യം നടക്കുന്നു, പെട്ടെന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ആ സഹോദരിയുടെ കാര്യത്തിൽ, ആ സഹോദരിയുടെ ജീവിതത്തിൻ്റെ അകത്ത്, ആ മോൻ്റെ വിഷയത്തിൻ്റെ അകത്ത് അവൻ അപ്പം എനിക്ക് വന്ന് കഴിഞ്ഞ ദിവസം അജിതാ സിസ്റ്റർ എനിക്ക് അയച്ചു തന്നായിരുന്നു മോൻ്റെ കാര്യത്തിൽ. സിസ്റ്റർ ഇന്ന് പ്രേരണുണ്ടോ? എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് പറഞ്ഞു, ബ്രദറെ, മോനെ അയച്ചിട്ട് പറഞ്ഞു, മോനെ ഈ മോന് വേണ്ടി ബ്രദറെ പ്രാർത്ഥിക്കാൻ വേണ്ടി റിക്വസ്റ്റ് അയച്ചു തന്നതാണ്. അവനെ അവിടെ കൊണ്ടുവരുന്നുണ്ട്, വീൽ ചെയറിലാണ് കണ്ണൂർ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ അവനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞു. അപ്പം ഈ മോനാന്ന് ഞാൻ അറിയുന്നില്ല, കാര്യം സിസ്റ്റർ എന്നെ വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ സിസ്റ്ററുമായിട്ട് സംസാരിച്ച് പറഞ്ഞു, ഈ മോൻ്റെ കാര്യം ബ്രദറെ പറഞ്ഞെന്ന് പറഞ്ഞു. കണ്ടോ, അവനെ വീൽ ചെയറിൽ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു അവരുടെ പ്ലാൻ, സഹോദരിയുടെ പ്ലാൻ അതായിരുന്നു. അപ്പം ഞാൻ വെൽക്കം ചെയ്തു. കാര്യം നിങ്ങളുടെ ചിന്തയിൽ ബ്രദറാണ്, അല്ല ബ്രദറല്ല സൗഖ്യം, ബ്രദറിലൂടെ യേശു പ്രവർത്തിക്കുന്നു, എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നു, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൈവെക്കുന്നു. ബൈബിളിൽ പറഞ്ഞു കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ കൃപയാൽ യേശു അതിന് മുമ്പ് തന്നെ സൗഖ്യമാക്കി. നമ്മൾ ഇന്നലെ കഴിഞ്ഞ സാക്ഷ്യം കേട്ടായിരുന്നു, ഓപ്പറേഷൻ ചെയ്യേണ്ട, അവനിപ്പോൾ ഓടി നടക്കുവാന്ന് പറഞ്ഞു. കേട്ടെ, അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു 2 രീതിയിലാണ്. ഒന്ന്, നമ്മുടെ ശരീരം ബലഹീനതകളുണ്ട്, ശരീരത്തിൻ്റെ അകത്ത് ബലഹീനതയുണ്ട്. ഈ ബലഹീനത എന്ന് പറയുന്നത് ശരീരത്തിനൊരു മനസ്സുണ്ട്, അതാണ് നമ്മൾ ദേഹി എന്ന് പറയുന്നത്. ദേഹം, ദേഹി, ജഡ മനസ്സ്. ഇത് ആത്മാവല്ല, നമ്മുടെ ദേഹിയും ദേഹത്തെ വരുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് സംസാരിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് വേണ്ടി മനസ്സ് എന്ത് ചെയ്യും? ശരീരത്തെ കൺട്രോൾ ചെയ്യും. അതാണ് മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. മോഹം ഉണ്ടാകുന്നത് ആത്മാവിലാണോ നിങ്ങളുടെ മനസ്സിലാണോ? മനസ്സ്. അപ്പൊ ഈ ശരീരത്തെ കുറേ തെറ്റിദ്ധാരണകൾ ഇങ്ങനെ ശരീരത്തിൽ കിടപ്പുണ്ട്, നമുക്കറിയാതെ കുറേ തെറ്റിദ്ധാരണകൾ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് വചനം നമ്മൾ കേൾക്കണം. ഇപ്പം സഹോദരി പറഞ്ഞു, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പെട്ടെന്ന് യേശുവിന്റെ നാമത്തിൽ ഒരു സൗഖ്യം നടന്നു. കാരണം മറ്റേയാള് അതേ വിഷയത്തിൽ, ഞാൻ പണ്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു,
എറണാകുളത്ത് നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വെച്ചൊരു കൊച്ചു ചെറുപ്പക്കാരൻ, അവൻ എനിക്ക് 7ാം ക്ലാസ്സിൽ 8ൽ പഠിക്കുന്ന ഒരുത്തന ചെറുപ്പക്കാരനാ. എന്നോട് പറഞ്ഞു ബ്രദറെ, എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഫുട്ബോൾ കളിച്ചിട്ടില്ല, പക്ഷേ ഞാനിപ്പോൾ ഫുട്ബോൾ കളിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ, ഇവൻ 8ലോ 9ലോ പഠിക്കുക, 8ലോ 9ലോ പഠിക്കുന്ന ചെറുപ്പക്കാരനായ കൊച്ച് ഫുട്ബോൾ. അപ്പം ഞാൻ ഇവൻ്റെ അമ്മയെ നോക്കി, അതെന്തുകൊണ്ടായിരിക്കും ഇവന് ഫുട്ബോൾ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഓടിപ്പിടുത്തം കളിച്ചിട്ടില്ല, ഫുട്ബോൾ കളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കിപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ എന്താ മോനെ നീ പറഞ്ഞു വരുന്നു? അപ്പം എന്നെ പറഞ്ഞു ബ്രദറെ, അവൻ ആസ്മയുടെ അസുഖമായിരുന്നു, ജനിച്ചപ്പം മുതൽ ആസ്മയാണ്. അവൻ ഓടിക്കതച്ചാൽ അവൻ ആസ്മ കൂടും, ഫുട്ബോൾ കളിച്ചാൽ ആസ്മ വരും, ഓടിപ്പിടുത്തം കളിച്ചാൽ ആസ്മ വരും, അധികം ദൂരെ ഓടാനോ ചാടാനോ പറ്റത്തില്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രാർത്ഥനയിൽ ആ രോഗസൗഖ്യത്തിന്റെ വചനം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, യേശു എൻ്റെ രോഗത്തിന് വേണ്ടി കുഞ്ഞു ഇറക്കനാ, അവനത് ഏറ്റെടുത്തു. ഇപ്പം പറയും, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്കിപ്പോൾ ഓടാം, ചാടാം, ഫുട്ബോൾ കളിക്കാം. യേശു സൗഖ്യമാക്കി. എന്നിട്ട് തൊട്ടുപുറത്ത് വേറൊരു അച്ചായനുണ്ട്, 56 വയസ്സുള്ള ഒരു അച്ചായൻ പെട്ടെന്ന് പറയും, ബ്രദറെ, മോൻ്റെ അതേ അസുഖം തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നത്, പക്ഷെ എൻ്റെ രോഗം മാറിയില്ല. കണ്ടോ, നോക്കിക്കേ, ഇവർ രണ്ടുപേരും വചനം കേട്ടതാണ്. ഒരു വ്യക്തി സൗഖ്യമായി, ഒരു വ്യക്തി സൗഖ്യമായില്ല. ഒരു വ്യക്തി പറഞ്ഞു എനിക്കിപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടി, മറ്റേ വ്യക്തി പറഞ്ഞു എനിക്ക് മാറ്റമില്ല. പക്ഷെ ആ വ്യക്തി പറഞ്ഞൊരു വാക്കുണ്ട്, എങ്കിലും ബ്രദറെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നോക്കിയേ, വിട്ടുകൊടുക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാനും ആ സൗഖ്യം പ്രാപിക്കും. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് രണ്ടാമത്തെ വ്യക്തിക്ക് സൗഖ്യം വന്നില്ല? ഞാനത് ഒരു തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും നിങ്ങൾ ആ സംശയമായിട്ട് ഇപ്പം ഈ ഒരു വചനവുമായിട്ട് പരീക്ഷകൾക്ക് നമ്മൾ പലപ്പോഴും പരീക്ഷയാണെന്ന് വിശ്വസിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുവാണ്, രോഗം ദൈവത്തിൽ നല്ല. പറഞ്ഞാട്ടെ, രോഗം ദൈവത്തിൽ നല്ല. ആരോഗ്യമാണ് എൻ്റെ അവകാശം. പറഞ്ഞ് ആമേൻ. നോക്കിക്കോണം. അപ്പൊ നമ്മുടെ ശരീരത്തോട് ആരോഗ്യം, യേശുവിന്റെ അടിപ്പിണരാൽ നമുക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം, കർത്താവ് ഒരിക്കൽ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. ആദ്യം അവന്റെ കണ്ണെ തൊട്ടു പ്രാർത്ഥിച്ചു. അവനോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു എന്ന് പറഞ്ഞു. മനുഷ്യനെ എന്ത് കാണുന്നു? ഉടനെ അവൻ എന്താ മറുപടി പറഞ്ഞത്? മരങ്ങൾ പോലെ തല കുനിഞ്ഞു നടക്കും. അപ്പൊ യേശു എന്നാ പറഞ്ഞത്? മോനെ, അത് മരമല്ല മനുഷ്യനാണെന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ യേശു ഇത് അങ്ങനെ പറഞ്ഞു? യേശു എന്ത് ചെയ്തു? വീണ്ടും അവന് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. കണ്ടോ? അപ്പൊ 2 വട്ടം യേശു പ്രാർത്ഥിച്ച സന്ദർഭം ബൈബിളിൽ അവിടെ മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു സ്ഥലത്ത് കർത്താവ് തൊട്ടപ്പോൾ തന്നെ സൗഖ്യം, തമ്പുരാൻ പറഞ്ഞപ്പോൾ തന്നെ സൗഖ്യം, യേശുവിനെ തൊട്ടപ്പോൾ തന്നെ സൗഖ്യം. എന്നാൽ ഒരു സ്ഥലത്ത് മാത്രം അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം അവന്റെ കണ്ണ് ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ അവൻ മനുഷ്യനെ കാണുന്നത് മരം പോലെയാ. അവിടെ യേശു പറഞ്ഞില്ല, മോനെ ആദ്യമായിട്ട് നീ കാണുമല്ലേ, ഇത് മരമല്ല മനുഷ്യനാന്ന് യേശു പറഞ്ഞില്ല. പകരം എന്ത് ചെയ്തു? വീണ്ടും അവന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് രണ്ടാമത് യേശു പ്രാർത്ഥിച്ചത് ആർക്കെങ്കിലും അറിയാവോ? എന്തുകൊണ്ടായിരിക്കും പ്രാർത്ഥിച്ചത്? പൂർണ്ണ സൗഖ്യം. സൗഖ്യം ആവണതുവരെ പ്രാർത്ഥിക്കണം. ഇതിന്റെ അകത്തുനിന്ന് എന്താ അതിന്റെ തെളിവ്? അപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ സിസ്റ്ററെ, ആ വാക്യം ഒന്ന് ഉടന്നിരിക്കുന്ന പ്രൊജക്റ്റ് വേണം. അതായത് ആ രോഗി, ആ മനുഷ്യന് വേണ്ടി യേശു 2 വട്ടം പ്രാർത്ഥിക്കുന്ന ആ വാക്യം, അതായത് അവിടെ കൊടുത്തേക്ക് അവൻ ആദ്യം എന്ത് ചെയ്തു? മനുഷ്യനെ എങ്ങനെയാട്ടാ കണ്ടത്? മരമായിട്ട് കണ്ടു. അത് എടുത്തിട്ട് അങ്ങോട്ട് വരാം. മർക്കോസിന്റെ 8:22 മർക്കോസ് അല്ലല്ലോ വാക്യം? 22 ഇല്ല. അത് സോറി മർക്കോസിൽ 8:22. നോക്കി യേശു അവനക്ക് കൈ പിടിച്ച് അവനെ ഊരിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ കൈമേൽ കൈവച്ചു. വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേലോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരം പോലെയാണ് കാണുന്നെന്ന് അവൻ പറഞ്ഞു. പിന്നെ അവൻ കണ്ണിന്മേൽ കൈവച്ചാറെ അവന് സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. എന്തുകൊണ്ട്? ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ സ്പഷ്ടമായി കണ്ടില്ല. യേശുവാണേ പ്രാർത്ഥിക്കുന്നത്.
എന്തുകൊണ്ടാണ്? അവന്റെ വിശ്വാസത്തിന്റെ കുറവ്. അവന്റെ വിശ്വാസം പോട്ടെ, യേശു നിപ്പുണ്ട് അവിടെ. അവന്റെ വിശ്വാസം എന്തു ആയിക്കോട്ടെ, യേശു അവിടെ നിപ്പുണ്ട്. എന്തായിരിക്കാം? അറിയത്തില്ല. രണ്ടു വട്ടം യേശു നോക്കി, ആദ്യം പ്രാർത്ഥിച്ചിട്ട് രണ്ടാം വട്ടം യേശു പ്രാർത്ഥിക്കുന്ന അവസരം നോക്കിയേ. രണ്ടാം വട്ടം അത് പ്രാർത്ഥിക്കുന്നു, അവനവനെ സ്പഷ്ടമായിക്കൊണ്ട്. രണ്ടാം വട്ടം പ്രാർത്ഥിച്ചപ്പം ഇപ്പൊ എനിക്ക് ക്ലിയർ ക്രിസ്റ്റലായിട്ട് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകത ചില സമയങ്ങളിൽ, ചില ടൈമുകളിൽ ഏതെങ്കിലുമൊക്കെ കാരണം നമ്മൾ പോലും അറിയാതെ കിടപ്പുണ്ട് നമ്മുടെ ശരീരത്തിൽ. നമ്മൾ പോലും അറിയാത്ത ചില കാരണങ്ങൾ ഇതിന്റെ പിന്നിൽ കിടപ്പുണ്ട്. നമുക്കറിയത്തില്ല, അവിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട്, എനിക്കറിയാവുന്ന പല ആൾക്കാരുണ്ട്. ഒരു ബ്രദർ എപ്പോഴും പറയും, ഞാൻ രോഗത്തെ വിശ്വസിക്കുന്ന ആളാണ്. രോഗം എന്നിങ്ങനെ പറഞ്ഞ വാക്കുണ്ട്. നമുക്കറിയാം, പല ആൾക്കാരും രോഗം വന്നിട്ട് പറയും, രോഗം നമുക്ക് വരത്തിലൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരം അനുവദിക്കുന്ന ചില അവസ്ഥകളുണ്ട്. എല്ലാം അങ്ങനെയല്ല കേട്ടോ, എല്ലാം അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ എല്ലാം പിന്നിൽ ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ശരീരം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഈ ശരീരത്തിന് വീണ്ടെടുപ്പ് സംഭവിക്കാത്തത് കൊണ്ട് ഇത് പല രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ചിന്തകൾ, ഭാരങ്ങൾ, ഇതിലൂടെ പല രീതിയിലും സഞ്ചരിക്കുന്ന ഒരാളാണ് നമ്മുടെ ജഡ മനസ്സും ശരീരവും. അപ്പൊ നിങ്ങൾ അതുകൊണ്ടാണ് വചനം കൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം? വചനം എന്ന വാള് കൊണ്ട് വെട്ടണം. അപ്പൊ നമ്മൾ ഈ വചനം പറയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? ചിലർക്ക് പെട്ടെന്ന് ഡെലിവറൻസ് ഉണ്ടാവും, ചിലർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വിടുതലുണ്ടാവും, ചിലർക്കത് ഭാഗികമായിട്ടുണ്ടാവും, ചിലർക്ക് കുറച്ച് കഴിയുമ്പോഴുണ്ടാവും, ചിലർക്ക് വേഗത്തിൽ ഡെലിവറൻസ് ഉണ്ടാവും. ഇതിന്റെ പിന്നിലെ കാരണം നമ്മുടെ ശരീരം പലപ്പോഴും നമ്മൾ പോലും അറിയാത്ത, നമുക്ക് നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ചില കാരണങ്ങളുണ്ട്. ചില വിടുതലിന് ചില കാരണങ്ങളുണ്ട്. ഇതിനെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പം പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പം ഞാൻ ചിലരോട് പറയാറുണ്ട്, കഴിഞ്ഞ ദിവസം ഷീലാസ്റ്റോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഷീലാസ്റ്റോട് ഞാനത് പറയാമെന്ന് പറഞ്ഞു. കർത്താവ് എന്നോട് എപ്പോൾ സംസാരിക്കുന്നു, ഷീലാസ്റ്റോടെ ഞാനത് കർത്താവിൻ്റെ നാമത്തിൽ പറയും. ഷീലാസ്റ്റോടെ രോഗത്തിന് വേണ്ടി, കാര്യം പലരും സൗഖ്യമാകി കഴിയുമ്പോൾ ഷീലാസ്റ്റോക്ക് ഭയങ്കര സങ്കടമാണ്. പല രോഗികളും ഓടിച്ചാടി സാക്ഷ്യം പറയുമ്പോൾ, എന്തുകൊണ്ട് എനിക്ക് സൗഖ്യം നടന്നില്ല, എന്തുകൊണ്ട് എൻ്റെ രോഗം മാറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കാം, ഇതിൻ്റെ പിന്നിൽ ഇതിനെന്തെങ്കിലും ഒരു രോഗസൗഖ്യം നമ്മളിലേക്ക് വരാതിരിക്കുവാൻ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ, പിശാച് കൊണ്ടിരുന്നതിനെ പറ്റിയല്ല ഞാൻ ഈ പറഞ്ഞത്, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അത് അവിശ്വാസമാകാം, അവിശ്വാസം ഒരു കാരണം മാത്രമാണ്, മറ്റേതെങ്കിലുമൊക്കെ ഒരു കാരണമുണ്ടെങ്കിൽ അത് ബ്രേക്ക് ആകുമ്പോൾ ആ സൗഖ്യം നൽകി. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഈ യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ 2 ഘട്ടമായിട്ടാണ് സൗഖ്യം നടന്നത്, 2 ഘട്ടമായിട്ട്. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാ രോഗസൗഖ്യത്തിന്റെ പിന്നിൽ ഇതല്ല എന്നാണ്, ഇതാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് പോരുത്. നിങ്ങളുടെ ഡ്യൂട്ടി യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം പറഞ്ഞുകൊണ്ടിരിക്കുക, കൽപ്പിച്ചുകൊണ്ടിരിക്കുക. ശരീരത്തോട് പറയണം, എൻ്റെ ശരീരം ആരോഗ്യത്തിന്റെ അവകാശിയാണ്. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് ഇതെല്ലാം കേൾക്കാനും അറിയാനും പറ്റും. നമ്മുടെ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവാണ് രാഗമോഹങ്ങളെ ക്രൂശിക്കണം. മോർട്ടിഫൈ യുവർ ബോഡി എന്ന് പറഞ്ഞത്. മോർട്ടിഫൈ ചെയ്യണം നമ്മുടെ ശരീരത്തെ, ക്രൂശിക്കണം. ജഡമോഹങ്ങളെ, ജഡത്തിന്റെ പ്രവൃത്തികൾ ഇങ്ങനെ പൊങ്ങി വരും, ഇതിനെ ക്രൂശിക്കണം. ആമേൻ. അപ്പം ഇതിനാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, കൃപാവരങ്ങൾ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള കണക്ഷനിലേക്ക് നിങ്ങൾ വരണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല ബ്രദറെ, എന്നോട് ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചതുപോലെ നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റും, എന്താ കാരണം? ദൈവം സംസാരിക്കും. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ UK ആ ടെസ്റ്റിമണി ഞാൻ പറയാൻ കാരണം, ഞാനത് സാക്ഷ്യമായിട്ടാണ് പറയുന്നത്. നമുക്കത് ലൈവ് ചെയ്യാൻ പറ്റിയില്ല, കാരണം വെച്ചാൽ അവിടുത്തെ നമുക്ക് അടുത്ത പ്രാവശ്യം പോലെ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ചില പെർമിഷൻ്റെ ആവശ്യം, ചിലരുടെ വീഡിയോ കവർ ചെയ്യുന്നതിൻ്റെ അകത്ത് നമുക്ക് പെർമിഷൻ ചോദിക്കേണ്ടി വരും. അങ്ങനെ പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ പറ്റില്ല എന്നൊരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ്. അങ്ങനെ ആരും പറഞ്ഞില്ല, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചിലപ്പോൾ നമ്മൾ ഒരു ഇഷ്യൂ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അവിടെ വീഡിയോ ഉപയോഗിക്കാഞ്ഞത്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടെ മീറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാനത് സാക്ഷ്യമായിട്ടാണ് പറയുന്നത്, നമ്മുടെ ലിമിറ്റേഷൻ അപ്പുറമായ ദൈവപ്രവൃത്തിയാണ്. അപ്പോൾ അവിടെ ഞാൻ ഇന്നലെ സൺഡേ മീറ്റിംഗിൽ അത് പറഞ്ഞായിരുന്നു, ഒരു ചൈനക്കാരിയായ ഒരു വ്യക്തി അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. ഏറ്റവും ഒടുവിലാണ് ഒരു നൈജീരിയൻ ആയിട്ടുള്ള ഒരു ദൈവദാസൻ കൂട്ടിക്കൊണ്ട് വന്നതാണ്. എന്നോട് പറഞ്ഞു,
എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ബ്രദറോ പാസ്റ്ററോ ഒന്നും എനിക്കറിയത്തില്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രയറിന് പ്രയർ കഴിഞ്ഞ് ലാസ്റ്റ് വന്നത് അവർ. അപ്പോൾ എന്നോട് പറഞ്ഞു, ദേഹത്ത് തൊടരുത് ബ്രദർ, എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല, അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തായിരിക്കും, എൻ്റെ തലയെ തൊടരുത്, എൻ്റെ ദേഹത്തും ടച്ച് ചെയ്ത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ഈ വ്യക്തിയെ കർത്താവെ അങ്ങ് സ്പർശിക്കണം, അങ്ങയുടെ കൃപ. എനിക്കറിയാവുന്ന പോലെ തന്നെ എന്താ പറയുക, അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ ഉള്ളത്തിൽ ഒരു വാക്ക് വന്നു. അപ്പം ഞാൻ ഈ വാക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഈ വാക്കുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അപ്പം ഈ സഹോദരി പറഞ്ഞു, ഈ വാക്ക് പെട്ടെന്ന് വിളിക്കാൻ ഞാൻ ഈ വാക്ക്, എൻ്റെ മനസ്സിൽ ആ വാക്ക് വന്നപ്പോൾ ഇത് എന്തെങ്കിലും പേരാണോ, ആളുകളുടെ പേര് വല്ല ആണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാർ വെച്ചാൽ ഇത് പേരല്ല, ഇത് ഞങ്ങളുടെ ഭാഷയിൽ ലെങ്സിന്, അതായത് നമ്മുടെ ശ്വാസകോശത്തിന് പറയുന്ന ഒരു പേരാണ്. അത് ശ്വാസകോശത്തിൻ്റെ പേരല്ല. ഈ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്ന ടൈമിൽ നമ്മൾ പലപ്പോഴും പറയത്തില്ല ശ്വാസം മുട്ടൽ എന്നൊക്കെ പറയുന്നത് പോലെ, അങ്ങനെ ഒരു രോഗത്തിന് പറയുന്ന ഒരു ചൈനീസ് വാക്കാണത്. കേട്ടോണേ, ചൈനീസ് വാക്കാണ്. ആരെങ്കിലും ചൈന പഠിച്ചിരുന്നതുണ്ടോ? ചൈനീസ് വാക്ക് ഉണ്ടോ? ഇല്ല, ഞാനും പഠിച്ചിട്ടില്ല. നമുക്ക് ചൈന ഭാഷയായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു, അങ്ങനെ ഒരു വാക്ക് വെളിപ്പെട്ടു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചൈന വാക്ക് പറയുന്നത്. പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരി ഭയങ്കര ഏജ്ഡ് ആയിട്ട് ഒരാളാണ്. അവരുടെ വിഷയം അതൊന്നുമല്ല. അവരുടെ വിഷയം പ്രാർത്ഥന റിക്വസ്റ്റുമായിട്ട് വന്നത് വേറെ എന്തൊക്കെ വിഷയമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഫ്രീഡം വേണം, ഫിനാൻഷ്യലി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവർ ഈ വാൽവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രോബ്ലം പുള്ളിക്കാരിക്കുണ്ട്. മനസ്സിലായോ? അപ്പം ഇത് ദൈവം തൊടാൻ വേണ്ടി ഒരു ദർശനം കൂടെ കൂടത്തി വെളിപ്പെട്ടാൽ, ഞാനത് നിങ്ങൾ സൺഡേ മീറ്റിംഗ് കണ്ടാൽ കാണാൻ പറ്റുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ദർശനവും കൂടെ തമ്പുരാൻ വെളിപ്പെടും, കണ്ടോ? അപ്പം അതിൻ്റെ പിന്നിലുള്ളൊരു കാരണം വെളിപ്പെടുന്നത് കൊണ്ടോ, ആ രോഗത്തിൻ്റെ പിന്നിലുള്ളൊരു കാരണവും വെളിപ്പെടുക. അപ്പം അവിടെ ലാംഗ്വേജിൻ്റെ ബൗണ്ടറി ഉണ്ട്. അവിടെ രണ്ട് രാജ്യക്കാരാണ്, ലിമിറ്റേഷനുകളുണ്ട്. പക്ഷെ അവിടെ ദൈവാത്മാവ് എന്ത് ചെയ്യുവാണ്, കൺട്രോൾ ചെയ്യുവാണ്. ഇതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് പലപ്പോഴും പറഞ്ഞത്, നമ്മൾ ഈ കൂട്ടായ്മ ആചരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്തും ഈ ദൈവശബ്ദം കേൾക്കുക. അതുകൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥനകളിൽ കൂടുതലും ദൈവാത്മാവിൽ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. ദൈവത്തിൽ നിന്ന് എങ്ങനെ കേൾക്കാം, ദൈവശബ്ദത്തിലേക്ക് എങ്ങനെ ചെവി കൊടുക്കാൻ പറ്റും. കൂടുതലും നമ്മൾ ദൈവം തരുന്ന ദർശനങ്ങൾ കൂടുതലും അത് റിലേറ്റ് ചെയ്ത. അപ്പോൾ നിങ്ങൾ വേറൊരു സാക്ഷ്യം എന്നത്ത് കേട്ടായിരുന്നു. ഒരു വ്യക്തിക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിച്ച ഒരു ഇംഗ്ലീഷുകാരിയാണ്. ഞാനത് ടെസ്റ്റ് മണി പറയുകയാണ്. ആ വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ അവിടെ ആ പുള്ളിക്കാരോട് സംസാരിക്കുന്ന സമയത്ത് അവരൊരു വിഷയത്തിൽ കുടുങ്ങി കിടക്കുക. രണ്ടുപേരും, ഒരു സഹോദരനും ഈ പുള്ളിക്കാരുടെ സഹോദരരുടെ പേര് വെളിപ്പെട്ടു. ഇവർ രണ്ടുപേരെയും കുടുംബപരമായ ഒരു വിഷയത്തിൻ്റെ അകത്ത് കുടുക്കിയിട്ടിരിക്കുക. അവർ പറഞ്ഞു അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, സ്പൈനൽ കോഡിനകത്ത് വിഷയം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അവർ പറഞ്ഞു ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അവസാനം ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോഴേക്കും ഓടി നടന്നതെല്ലാം എടുക്കും അവർ, ആ ബാക്ക് പെയിൻ ഇഷ്യൂ തൊട്ട്. അപ്പോൾ ഒരു കുടുംബപരമായിട്ട് എന്തോ ഒരു ലോക്ക് അവർക്ക് ഉണ്ടായിരുന്നു. ഓർത്തോണേ, പറഞ്ഞതിൽ ഇന്ത്യക്കാരനാണ്, മലയാളിയാണ്, അവരവിടുത്തുകാരിയാണ്. അവരുടെ വിഷയത്തെ രാജ്യങ്ങളുടെ ബൗണ്ടറിക്ക് അപ്പുറമായി കാണാൻ പറ്റുന്നൊരു ദൈവം ഉണ്ട്. അത് തമ്പുരാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ റിവീൽ ചെയ്യും, കണ്ടോ? അപ്പൊ ഈ മനുഷ്യൻ കണ്ണ് കാണാത്തതിന്റെ കാരണം യേശു പറയുന്നില്ല. യേശു അവനെ മാറ്റിക്കൊണ്ടുപോയി ഊരിന്റെ പുറത്ത് കൊണ്ടുപോയി. അതൊന്നും ഒരു വ്യത്യസ്തം ശ്രദ്ധിച്ചു നിങ്ങൾ. അവിടെ നിങ്ങൾ നോക്കിയേ, യേശു ആ വ്യക്തിയുടെ കൈക്ക് പിടിച്ച് പുറത്ത് കൊണ്ടുപോയി ഊരിന്റെ പുറത്ത്. അതെന്തോ കർത്താവ് വേർപെട്ട് കൊണ്ടുപോയത്, എന്തോ സംതിങ് അവിടെ ഉണ്ടായി. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നോക്കിക്കേ, അവർ ബെഥേസ്തയിൽ എത്തിയപ്പോൾ ഒരു കൂടൻ അവനെ കാണാൻ കൊണ്ടുവന്നു, തൊടണമേ എന്ന് അപേക്ഷിച്ചു. യേശു അവനെ കൈക്ക് പിടിച്ചു, അവനെ ഊരിന്റെ പുറത്തു കൊണ്ടുപോയി, ടൗണിന്റെ പുറത്തു കൊണ്ടുപോയി. എന്തിനാ കർത്താവ് ഇങ്ങനെ ചെയ്യുന്നത്? കർത്താവ് അവന്റെ കണ്ണിൽ തുപ്പി. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്? അവന്റെ കൈ അവന്റെ മേൽ വെച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമുക്ക് കുറച്ചും കൂടെ എന്തോ ഒരു മിസ്മാച്ച് പോലെ എന്തോ കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെയോ നമ്മൾ അറിയാത്ത കാരണങ്ങളുണ്ട് പ്രിയരെ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, സ്പിരിച്വൽ വേൾഡ് എന്നുള്ളത് ഡിഫറൻ്റ് ആണ്. കൈകൊട്ടും പ്രാർത്ഥന നമ്മൾ കാണുന്ന ഭാഗിക തലമല്ല, സ്പിരിച്വൽ റലങ്ങൾ വ്യത്യാസമുണ്ട്. അവിടെ നിങ്ങൾ നോക്കിക്കേ, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അവൻ മേലോട്ട് നോക്കി, അവൻ ചുറ്റും നോക്കി കാണും, എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു. അവർ നടക്കുന്നത് മരം പോലെ. അതെങ്ങനെ മരവും മനുഷ്യനും തമ്മിൽ വല്ല ഭയങ്കര ഡിഫറൻ്റ് അല്ലേ? മരം എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം മനുഷ്യനും ഗൊറില്ലയും തമ്മിലൊരു വ്യത്യാസവും ചെറിയൊരു വ്യത്യാസങ്ങളുള്ളൂ അല്ലേ? കണ്ണും മൂക്കും വായൊക്കെ ഏകദേശം മനുഷ്യനെ പോലെ കൈയും കാലും ഒക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യനും മരവും തമ്മിൽ വ്യത്യാസമില്ലേ?
വ്യത്യാസമുണ്ട്. അപ്പൊ യേശുവിന് മനസ്സിലായി ഇവന്റെ കണ്ണ് തുറന്നിട്ടില്ല, ഇവന്റെ കണ്ണ് കറക്റ്റ് ആയിട്ടില്ല. വീണ്ടും കൈവച്ചു പ്രാർത്ഥിച്ചു. 2 പ്രാർത്ഥന, ഒരു വ്യക്തിക്ക് വേണ്ടി 2 പ്രാർത്ഥന. എന്തുകൊണ്ട്? അപ്പൊ ചില കാര്യങ്ങളിൽ സൗഖ്യം നടക്കാതെ വരുമ്പം നിങ്ങളുടെ ഡ്യൂട്ടി കണ്ടിന്യൂസ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. മനസ്സിലായോ? ഈ രോഗത്തിന്റെ പിന്നിൽ ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. അടുത്തൊരു ലെവലാണ് ഇത്, വെളിപ്പെടുത്തുന്ന ലെവല്. നിങ്ങൾ അതിലേക്ക് വളർന്നു വരണം. മനസ്സിലായോ? അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഈ പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ കൂട്ടായ്മയിൽ വരണം. ഒരു സാധാരണ നിങ്ങളൊരു ബൈബിൾ ക്ലാസ്സിൽ വരുന്നത് പോലെ വരരുത്. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, എൻ്റെ കഴിവല്ല, കർത്താവ് ഉപയോഗിക്കുന്നുകൊണ്ട് പറയുകയാണ്. ചിലപ്പോൾ ഒരു ആലോചന വെളിപ്പെട്ടാലോ, ചിലപ്പോൾ നിങ്ങളോട് ദൈവം സംസാരിച്ചാലോ, ചിലപ്പം ദൈവം നിങ്ങളോട് ഇടപെട്ടാലോ, പറയാൻ പറ്റത്തില്ല നമുക്ക്. എനിക്കറിയത്തില്ല എപ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്, എനിക്ക് പറയാൻ പറ്റത്തില്ല. ശുരനക്കാർത്തി സ്ത്രീ തന്റെ മകൻ മരിച്ച വിവരം അറിയിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും പ്രവാചകൻ പറഞ്ഞ വാക്കുണ്ടത്, എന്തോ അവർക്ക് വിഷമമുണ്ട്, പക്ഷെ യഹോവ അത് വെളിപ്പെടുത്തുന്നില്ല. കണ്ടോ? അതിനുശേഷം വെളിപ്പെടുത്തി, ആ സ്പോട്ടിൽ അത് വെളിപ്പെടുത്തിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുക. ചിലപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാരണമുണ്ടെങ്കിൽ അത് തമ്പുരാൻ വെളിപ്പെടുത്തും. പക്ഷെ വചനം മുറുക്കെ പിടിച്ചോണേ. നാളെ പോലെ അതാണ് എൻ്റെ രോഗം മാറത്തത്, അങ്ങനെ പോകരുത്. പകരം വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു രോഗത്തിന് എൻ്റെ മേൽ അവകാശമില്ല, ആരോഗ്യം എൻ്റെ അവകാശമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് ഞാൻ അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മുടെ സമയം എത്രയായി? സമയം പറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹമായിരുന്നു നമുക്ക് കേൾവി. സിസ്റ്ററെ, അതും കൂടെ പറയാൻ പോയി. ഞാൻ ഇന്നാൾ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയായി തീരുക എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. സുവിശേഷം നിമിത്തമുള്ളതാണ് ക്രിസ്തുവിന്റെ കഷ്ടത. സുവിശേഷ നിമിത്തം. ഞാനിപ്പോൾ ഉദാഹരണം പറയാം. നമ്മൾ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന സമയത്ത്, ഇപ്പൊ ഇന്നലെ തന്നെ അവിടെ നമ്മൾ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നൊരു മനുഷ്യൻ. അപ്പൊ ഞാൻ ഷീബാസോട് സംസാരിച്ചപ്പോൾ ഷീബാസ പറഞ്ഞത്, അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന മനുഷ്യൻ അവിടെ പ്രാർത്ഥന തുടങ്ങിയപ്പോഴേക്കും അവിടെ കൊണ്ടേ കംപ്ലൈന്റ് ചെയ്തു, ഇവര് ബ്രെയിൻ വാഷ് ചെയ്യാൻ വന്നിരിക്കുക എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ നമുക്ക് ഹോള് തന്ന അവിടുത്തെ ആൾക്കാർ ഇച്ചിരി ബഹളമായിരുന്നു, ഞങ്ങൾ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനത്തെ കംപ്ലൈന്റ് അവിടെ കൊണ്ട് കൊടുത്തു. അപ്പൊ അത് നിമിത്തം നമ്മുടെ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്ത സിസ്റ്റർമാർ അവരോട് സംസാരിക്കും. അങ്ങനെയൊന്നും അല്ല, അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് അവരത് പറയാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുക. കണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനത്തെ സുവിശേഷ നിമിത്തം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട് പ്രിയരെ. അതാണ് ക്രിസ്തുവിന്റെ കഷ്ടത എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിത് നേരെ എന്ത് ചെയ്യും? നമ്മുടെ മാറാത്ത രോഗവുമായിട്ട് കണക്ട് ചെയ്യും. ഇതെന്റെ കഷ്ടതയാ, ക്രിസ്തുവിന്റെ കഷ്ടത അല്ല പ്രിയ, ഇത് രണ്ടും രണ്ടാണ്. ഇപ്പൊ സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ ഉദാഹരണം പറയാ, വയനാടുള്ളൊരു വ്യക്തി മീറ്റിംഗ് കൂടാൻ വേണ്ടി ഒറ്റയ്ക്ക് തിരുവനന്തപുരത്തോട്ട് വരിക. വളരെ സിമ്പിൾ ആണോ അതോ കഷ്ടപ്പാടാണോ? പറ. പല ആൾക്കാരും മീറ്റിംഗ് കൂടാൻ വേണ്ടി അങ്ങ് ഡൽഹിയിൽ നിന്നും നമ്മുടെ വർഗീസ് ബാലൊക്കെ ഗോളിയാറിൽ നിന്നും ഒക്കെ വരിക. കഷ്ടപ്പാടില്ല. 3 ദിവസത്തെ യാത്രയുണ്ട്, തിരിച്ചും യാത്രയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ കണ്ണൂർ മീറ്റിംഗ് വെക്കുമ്പോഴേക്കും ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കണ്ണൂർ വരിക, തിരുവനന്തപുരത്ത് വെക്കുമ്പോൾ തിരുവനന്തപുരത്തുകാർ അങ്ങോട്ട് വരിക. ഇതെല്ലാം കർത്താവിന്റെ നാമത്തെ. അപ്പൊ എന്തിനാ ചിലർ വെക്കുന്നത്? എന്തിനാ സൗകര്യം ഇത്രയും കഷ്ടപ്പെട്ട് വീട്ടിൽ പോകുന്ന TV കണ്ടാൽ പോരെ? ഇതൊരു അനുഗ്രഹമാണ്. സുവിശേഷ നിമിത്തം എനിക്കിതൊരു അനുഗ്രഹമാണ്. ഞാനിത് സിമ്പിളായിട്ട് പറഞ്ഞതേ. അപ്പൊ സുവിശേഷ നിമിത്തം ഉണ്ടാകുന്ന കഷ്ടങ്ങളെയാണ് പൗലോസ് ലീഗ പറഞ്ഞിരിക്കുന്നത്. ആ കഷ്ടം നമ്മുടെ രോഗകഷ്ടമല്ല, പ്രതിസന്ധികളെ പറ്റിയല്ല, ഈ കഷ്ടത്തെ പറ്റിയാണ് പൗലോസ്. ഇവയൊക്കെയും പൂർണ്ണ ജയമുണ്ട് നമുക്ക്. എന്നാൽ മറ്റേ കഷ്ടത നമ്മൾ അനുഭവിക്കുകയാണ്. ഇപ്പൊ കർത്താവ് നിമിത്തം ആരെങ്കിലും പറയും, നിങ്ങൾക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ, എന്താ പറഞ്ഞത്, യേശുവിന്റെ സുവിശേഷം ഇറങ്ങിയിരിക്കുന്നത് കുരിശ് കൃഷിയാണ്, ആളെ പിടിക്കുന്ന പരിപാടിയാണ്, കള്ളന്മാരാണ്, പിടിച്ചുപറിക്കാണ്, ബ്രദർമാരെല്ലാം കള്ളന്മാരാണ്, ഒരു കാശെല്ലാം കട്ടുകൊണ്ട് പോവാണ്, സ്വത്രകാഴ്ച പിരിച്ചുകൊണ്ട് അവരെല്ലാം സുഖിക്കുവാണ്, അവർക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് കളിയാക്കുമ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പോവാൻ വേണേ പറയാം, ചേട്ടന്റെ പാട്ട് നോക്കി പോ, വേണേ ചീത്ത പറയാം നമുക്ക്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് കേൾക്കുവാണ്, സഹിക്കുവാണ്, പ്രതികരിക്കാൻ തോന്നും. നീ ആരാടാ എന്ന് ചോദിച്ച് വേണമെങ്കിൽ നമുക്ക് അയ്യൂക്കുകൊണ്ട് അതിനെ നേടാൻ നോക്കാം. പക്ഷെ അവിടെ സൈലന്റ് ആകുവാണ്. അവൻ പറഞ്ഞോട്ടെ, അവൻ ദേഷ്യപ്പെട്ടോട്ടെ. അതാണ് പൗലോസ് പറഞ്ഞത്, നിന്നെ നിമിത്തം മറക്കാൻ കൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുകൊണ്ടിരിക്കുക. അവൻ പരിഹസിച്ച് പറയുമ്പം, കളിയാക്കി പറയുമ്പം നമുക്ക് മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം നമ്മൾ പരാജയപ്പെട്ടവരായതുകൊണ്ടല്ല, ക്രിസ്തു നിമിത്തം അത് സഹിക്കുക. കണ്ടോ?
ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ദേവദാസന്മാർക്കെതിരെയൊക്കെ യൂട്യൂബിലൊക്കെ വിശ്വാസികൾ തന്നെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഇന്നേ വരെ ഒരു ദേവദാസന്മാരും പ്രതികരിക്കുന്നത്, കൃപയുള്ള ദേവദാസന്മാരും പ്രതികരിക്കാൻ വരത്തില്ല. ഈ കൃപയില്ലാത്തവരാണ് വിമർശിക്കാൻ പോകുന്നത്. പല വിശ്വാസികൾ ഇപ്പൊ ഇതെല്ലാം വിമർശിക്കാൻ നടക്കുന്നത്. കുറെ യൂട്യൂബുകാരുണ്ട്. എന്തുകൊണ്ടാണ് അവര് എതിർത്ത് പറയാൻ വരാത്തെന്നറിയാവോ? അത് പറയുന്നത് പിശാചാന്ന് അവർക്കറിയാം. പിശാചാന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവർ സഹിക്കുന്നത്. ആമേൻ. ഞാനത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോണേ. ഇത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചോദ്യങ്ങളായി പോവും. അല്ലെ വേണേ ഇത് പിന്നെ ചോദ്യമാക്കി വേണേ 10 മിനിറ്റ് കൂടെ പോവാം. ആഗ്രഹമുണ്ടോ? ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള അവസരം വരുമ്പോഴാണെങ്കിൽ ബ്രദറെ ഒരു അത്ഭുത സാക്ഷ്യം പറയട്ടെ ഞാൻ. പറഞ്ഞു സിസ്റ്റർ. ഇന്ന് രാവിലെ 3 മണിന്റെ പ്രയറിന് നമ്മളെല്ലാ ദിവസവും പങ്കെടുക്കുന്നയാ. 3 മണിന്റെ പ്രയർ ഞങ്ങള് കേട്ടുകൊണ്ടാ ഇന്ന് എണീറ്റത്. ഞങ്ങളുടെ ഫോണിൽ നിന്ന് തനിയെ തന്നെ പ്രയർ തുടങ്ങി. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ, അത് പലർക്കും ഉണ്ടായ അനുഭവമാണ്. ഈ ദിവസങ്ങളിൽ തന്നെ അവരുടെ ആ സമയങ്ങളിൽ പ്രാർത്ഥനകൾ തന്നെ ഓണാകും. നമ്മളെ ദൈവം ചില കാര്യങ്ങളിൽ നിർബന്ധിക്കുക സിസ്റ്റർ. ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി തമ്പുരാൻ നമ്മളെ ഒരുക്കിയെടുക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. എന്തോ എനിക്ക് സാക്ഷ്യം ഉണ്ടായിരുന്നു. പറഞ്ഞു. ഞാൻ ഈ നമ്മുടെ ഈ 3 മണിയുടെ പ്രയറിന് ഫ്രൈഡേ ഇരുന്ന ദിവസം ഇരിക്കുന്ന സമയത്ത് ഭയങ്കര തലവേദന എന്ന് പറഞ്ഞ ഒരു സൈഡ് നമ്മളിങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ്, നമുക്ക് പേടിയാവുന്ന ടൈപ്പ് ഒരു തലവേദനയായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡ് തൊടാൻ പറ്റാത്ത വേദനയായിരുന്നു. അതിങ്ങനെ ആ അന്യഭാഷ പ്രയർ കഴിഞ്ഞ് കിടന്നുറങ്ങി രാവിലെ എണീറ്റപ്പോൾ അത് കംപ്ലീറ്റ് മാറി. ഞാൻ കരുതി എന്താണോ എന്ന് ഭയങ്കരമായിട്ട് പേടിച്ചായിരുന്നു. അത്ര വേദനയായിരുന്നു. കംപ്ലീറ്റ് സൗഖ്യം കിട്ടി. ദൈവത്തിന് സ്തോത്രം. നന്ദി കർത്താവേ, അങ്ങ് വിടിവെച്ച് ഞങ്ങളുടെ അത്ഭുതത്തിന് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ എന്തോ ഞാനൊരു കണ്ടു. ഞാൻ ആ അന്യഭാഷ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേനും എന്റെ കയ്യിൽ നിറയെ എണ്ണ ഒഴിച്ച് കിട്ടുന്ന ഒരു സംഭവം. അത് സിസ്റ്റർ, ഞാൻ ഒഴിക്കുന്നതെന്ന് അറിയത്തില്ല. കൈ കുമ്പിളിൽ ഞാൻ പറഞ്ഞല്ലോ, അനുഭവങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാകും. അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ കൂടുതൽ പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പല രീതിയിൽ ചൂടായും തണുപ്പായും ഇതേപോലെയുള്ള സാന്നിധ്യമായും സ്പർശനമായും ഒക്കെ വെളിപ്പെടും. അപ്പൊ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പ്രാർത്ഥനയ്ക്കകത്തോട്ട് നിങ്ങൾ വരാൻ കേട്ടോ സിസ്റ്റർ. ഇനി അത് ജ്വലിപ്പിക്കുക, ആഴത്തിലേക്ക് അത് പോവുക. കർത്താവ് എന്നെ സഹായിക്കും കേട്ടോ. ഞാനൊരു വാക്ക് കഴിഞ്ഞ ദിവസം ഒരു ആലോചന പറഞ്ഞായിരുന്നു. അമ്മിണി എന്ന് പറയുന്ന ഒരു മാതാവിന്റെ ഫോട്ടോ, എന്റെ അമ്മയാണ് അമ്മിണി. അമ്മയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അമ്മയും പപ്പായും മരിച്ചുപോയി, രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ വെച്ചിരിക്കുന്നത്. അപ്പൊ 7.5 വർഷം മുമ്പുള്ളൊരു ഇഷ്യൂ പറഞ്ഞിരുന്നു. അത് എന്താന്ന് ബ്രദർ വ്യക്തമാക്കിയില്ല. ഞങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അത് സമാപ്തിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാന്ന്, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമ്മിണി എന്ന് പറയുന്നത് ആരാ സിസ്റ്ററുടെ അമ്മയാണോ? എന്റെ അമ്മ. അപ്പൊ ആ കുടുംബവുമായിട്ട് ഈ മാതാവിന്റെയും ആ പിതാവിന്റെയും കാലങ്ങൾ, പ്രത്യേകിച്ച് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് 7.5 വർഷങ്ങൾക്ക് മുമ്പ് കയറിക്കൂടിയ ഒരു ബ്ലോക്കാണ്. അത് തകർന്നു മാറി കുടുംബത്തിന്റെ മേൽ അനുഗ്രഹത്തിന്റെലേക്ക് കൊണ്ടുപോകാന്നാ പറഞ്ഞത് കേട്ടോ. അത് സ്വീകരിച്ചോണം. ഈ ദിവസങ്ങളിൽ കർത്താവ് അതിന്റെ സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. അപ്പം ഈ എന്തോ ഒരു സംശയം ചോദിച്ചോട്ടെ? വചനസംബന്ധമായ ഒരു സംശയമാണ്. ദേവാലയങ്ങളിലൊക്കെ വിശുദ്ധന്മാരുടെ മധ്യസ്ഥ യാചിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്. അന്നേരം ഈ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാം അധ്യായത്തില് പറയുന്നുണ്ടല്ലോ, നീതിമാനെ സ്വീകരിക്കുന്നവർക്ക് നീതിമാന് പ്രതിഫലം ലഭിക്കും, പ്രവാചകനെ സ്വീകരിക്കുന്നവർക്ക് പ്രവാചകന് പ്രതിഫലം ലഭിക്കുമെന്നോ. അന്നേരം അത് ഈ വചനം അങ്ങനെ പറഞ്ഞിട്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്ന പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാനെ വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നു. സിസ്റ്റർ എപ്പോഴും നോക്കണം, ഈ ഒരു വാക്യം ഒറ്റയ്ക്കുള്ളത്. ഈ താഴത്തെ വാക്യം കണ്ടോ? ശിഷ്യർ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തൻ ഒരു പാനപാത്ര തണ്ണിൽ വെള്ളം കുടിപ്പാൻ കൊടുത്താൽ അതിന് അതിന്റെ അർത്ഥം സിസ്റ്റർ ഇപ്പം യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ എന്റെ വീട്ടിൽ വരുക എന്താ പറയാ, ബ്രദറെ ഞാനൊരു ഞാൻ വിശ്വാസിയാണ്, നോട്ടീസ് തരാൻ വേണ്ടി വരും, യേശു രക്ഷകനാണ് എന്നും പറഞ്ഞു എന്റെ വീട്ടിൽ വരുക. അപ്പൊ ഞാൻ സിസ്റ്ററോട് പറയും, സിസ്റ്റർ അകത്ത് കയറി വാ, എനിക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്ക്. ആ നോട്ടീസ് ഞാൻ മേടിച്ചിട്ട് സിസ്റ്റർ പറയും ഇച്ചിരി വെള്ളം തരാവോ എന്ന് പറഞ്ഞാൽ ഈ 2 വാക്കുകൾ ചേർത്ത് വായിക്കണേ. ഇതുണ്ടോ? ഈ 2 വാക്യമുണ്ടോ? അതായത് യേശുവിന്റെ ഈ ചെറിയവരിൽ മറ്റൊരു വാക്യത്തിലുണ്ട്, എന്റെ നാമത്തിൽ ഒരു പാത്രം തണ്ണീർ വെള്ളം കുടിക്കാൻ കൊടുത്താൽ അവന് പ്രതിഫലം കിട്ടും.
അതിന്റെ അർത്ഥം അത് പ്രവാചകൻ മാത്രമല്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് യേശുവിന്റെ നാമത്തിൽ കാല് കുത്തി നിങ്ങൾ എനിക്ക് ആഹാരം തന്നാൽ, വെള്ളം തന്നാൽ, ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് കിട്ടാൻ വേണ്ടി പറയുമല്ല, നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. അതിന്റെ കാരണം ബൈബിൾ പറയുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുമ്പോൾ യേശുവിനെ കൈക്കൊള്ളുന്നു, യേശുവിനെ കൈക്കൊള്ളുന്നുവെങ്കിൽ യേശു അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു. അതിന്റെ അർത്ഥം എന്നോട് പറയാം, ബ്രദറെ അന്നൊരു കാര്യം ചെയ്യും, ഞാൻ ഇന്ന് മുതൽ ഞാൻ ബ്രദറിന്റെ നാമത്തിൽ യേശുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞാൽ അത് തെറ്റാ. അവിടെ പറഞ്ഞ കാര്യം ഞാൻ പറയാം. നീ പ്രവാചകനെ, ആ വാക്ക് കറക്റ്റ് ഓർക്കുന്നില്ല, ഇങ്ങനെ വാക്യം, പ്രവാചകന്മാരെ അനുസരിക്കുക, നിനക്ക് സമ്പത്തുണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതായത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പം ഞാൻ നിങ്ങളോട് പ്രവചിക്കുക, പലപ്പോഴും നിങ്ങൾക്കറിയാം ഒരു പ്രവാചക അഭിഷേകം നിങ്ങളുടെ മേൽ തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം, ഒരു പ്രവചനം പറയുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ മൈക്ക് മ്യൂട്ട് മാറ്റി അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ തിരസ്കരിക്കുക, ആലോചന തിരസ്കരിക്കുക. അവിടെ നമ്മൾ അനുസരിക്കുവാണ്. അയ്യോ അത് നിഖിൽ ബ്രദർ അല്ലേ, പുള്ളി എനിക്കറിയാം, പുള്ളി പണ്ട് ആരായിരുന്നു, പുള്ളി എന്തുവാ നമുക്കറിയാം. നിങ്ങൾ അവിടെ കാണിക്കുമ്പോൾ ദൈവം തന്നെ അഭിഷേകത്തെ വില കുറഞ്ഞ് കാണിക്കുക. അതാണ് അവിടെ പറയുന്നത്. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നുവെങ്കിൽ ആ പ്രവാചകന് പ്രതിഫലം ലഭിക്കും. എന്താ പ്രതിഫലം? ദൈവത്തിന്റെ ആലോചന. പ്രവാചകൻ എന്തുവാ തരുന്നത്? പ്രവാചകൻ തരുന്നത് ദൈവത്തിന്റെ ആലോചന പറഞ്ഞു തരുക. ഇപ്പം ഞാൻ ഇവിടെ പ്രവചിക്കുക, സിസ്റ്ററെ കർത്താവ് എന്നെ കാണിക്കുന്നു, ഇന്ന വിഷയത്തിൽ ഇന്ന വീട്ടിലെ കാര്യങ്ങൾ കാണിക്കുന്നു, അത് ഇന്ന വ്യക്തിയുടെ പേര് വെളിപ്പെടുന്നു. അപ്പോൾ പറയും, ബ്രദറെ അതെൻ്റെ ഭർത്താവിൻ്റെ പേരാണ്, ആ വ്യക്തി ഇന്ന ദിവസം ജനിച്ച ആളാണ്, എൻ്റെ വീട്ടിലാണ് ഇന്ന സാധനം ഉള്ളത്, ബ്രദറെ ഇന്ന വിഷയം എൻ്റെ വിഷയമാണ്. അപ്പോൾ നിങ്ങൾ പറയുക, അപ്പോൾ എന്നോട് പറയുക, ഈ ബ്രദർ ചിലപ്പോൾ നുണയാണെങ്കിലോ, ഇതിവരെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത്. പലപ്പോഴും നമ്മൾ ഈ പ്രവചന ശുശ്രൂഷ കേൾക്കുമ്പോൾ നിങ്ങൾ പലരും കളിയാക്കുന്നത് ഇതെല്ലാം നാടകമാണ്, ഇതെല്ലാം പൈസ കൊടുത്ത് പറയിപ്പിക്കലാന്ന് പരിഹസിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ കേട്ട ആലോചനയുടെ അനുഗ്രഹം ഉണ്ടാകത്തില്ല. അതാണ് ബൈബിൾ പറയുന്നത്, പ്രവചനം തുച്ഛീകരിക്കരുത്. കണ്ടോ, പ്രവചനം തുച്ഛീകരിക്കരുത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നാളെ മുതൽ നിങ്ങൾ ദിഖിൽ ബ്രദറിന്റെ നാമത്തിൽ ഞാൻ യേശുവെ അങ്ങോട്ട് ചോദിക്കുന്നു, എനിക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ തെറ്റാണത്. ആമേൻ. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. നമുക്ക് കർത്താവിന്റെ നാമം എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മളത് ശ്രദ്ധിച്ചോണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളൊരു സഭയെ പിന്നെ ഞാൻ എടുത്തൊരിക്കലും പറയാത്തതിന്റെ കാരണം നമ്മൾ ആ വിഷയം എപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ബൈബിൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക മാത്രം. വചനത്തിൽ എന്തു പറയുന്നു അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മനുഷ്യർക്കും ദൈവത്തിനും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ എന്ന് ബൈബിൾ പറഞ്ഞതിൻ്റെ അർത്ഥം വേറെ മധ്യസ്ഥൻ ഇല്ലെന്നതിൻ്റെ അർത്ഥം. വേറെ മധ്യസ്ഥൻ ഇല്ല എന്ന് ബൈബിൾ തന്നെ ക്ലോസ് തരുവാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് പ്രവാചകനെ അനുസരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രവാചകൻ ദൈവത്തിന്റെ ആലോചന പറഞ്ഞു തരുന്നത്. 2, യേശുവിന്റെ നാമത്തിൽ ഒരാൾ കുടിക്കാൻ വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം ഉണ്ട്. ഞാൻ എന്ന് പറയാൻ കാര്യം, സുവിശേഷവുമായിട്ട് വരുന്ന ഒരാളെ ബൈബിൾ പറഞ്ഞ നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം. അതിൻ്റെ അർത്ഥം ആ കാല് കുത്തിയാൽ നന്മയുണ്ടാവും. ഒരു കർത്താവിൻ്റെ ഒരു ദാസൻ നിങ്ങളുടെ വീട്ടിൽ വന്ന്, ഞാൻ എല്ലാ ദേവദാസന്മാരെയും പ്രൊമോട്ട് ചെയ്യുമല്ല, ഇതിനകത്ത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്, ദുരുപദേശം പഠിപ്പിക്കുന്നുണ്ട്, അവരെ വീട്ടിൽ കയറ്റി ഉള്ളതും കൂടെ പോകത്തേ ഉള്ളൂ. സത്യസുവിശേഷം പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിൽ കാലുകുത്തിയാൽ ആ വീട്ടിൽ അനുഗ്രഹമുണ്ടാകും. ആ വ്യക്തി കാലുകുത്തിയാൽ ആ ബൈബിൾ തന്നെ പറയുന്നു, നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം. ആമേൻ. അതുകൊണ്ട് അങ്ങനെയുള്ള കാൽവെപ്പുകൾ, കൈവെപ്പുകൾ, വരവുകൾ എല്ലാം അനുഗ്രഹമാണ്. പഴയ നിയമം വായിക്കുമ്പോൾ അശുനേനകാരത്തി സ്ത്രീ എന്ത് ചെയ്തു? എലീശ പോകുന്ന വഴിക്ക് എലീശയെ വീട്ടിൽ വിളിച്ചു, ആഹാരം കൊടുത്തു, എലീശയ്ക്ക് വേണ്ടി ഒരു മുറി പണിതു, എലീശയ്ക്ക് വേണ്ടി ഒരു കട്ടിൽ കൊടുത്തു, എലീശയ്ക്ക് വേണ്ടി എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. ബൈബിൾ പറയുന്നു, എലീശ ദൈവത്തിൽ നിന്ന് ഒരു ആലോചന പറഞ്ഞു, അടുത്ത ആണ്ടിൽ നിനക്കൊരു മകൻ ജനിക്കും. കണ്ടോ? അപ്പൊ അത് ദൈവത്തിന്റെ ആലോചന പ്രവാചകനിലൂടെ വെളിപ്പെട്ടു. അതിന്റെ കാരണം വഴിയെ പോയ പ്രവാചകനെ മാനിച്ചു. ഞാൻ വീണ്ടും വാണിംഗ് തരുവാണ്, നാളെ മുതൽ കാണുന്ന എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിപ്പിക്കരുതേ, അതിനെ വിവേചിക്കണം ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് ഇതും കൂടെ ഞാൻ പറയുവാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേറെ നിങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല. ഒരു സഭയിലെയോ ഒരു സഭയുടെ ഞാൻ എന്തുകൊണ്ട് സഭ പറയാൻ കാരണം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമെടുക്കും. അപ്പം ഞാൻ ഈ ഒരു അരമുറി വാക്യം പറയുമ്പം തെറ്റിദ്ധരിക്കപ്പെടാൻ വളരെ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് സഭകളുടെ പേരോ ദൈവദാസന്മാരുടെ പേര്, ഇന്ന ദൈവദാസൻ ഇന്നത് പറഞ്ഞു, ഇന്ന സഭ ഇന്നത് പറഞ്ഞു എന്നുള്ളത് പറയരുത്. അല്ലെ നമുക്ക് ആ വിഷയം മാത്രം ചർച്ച ചെയ്യുന്നൊരു സമയമാണെങ്കിൽ ഓക്കെ, ചോദിക്കുന്ന തെറ്റൊന്നുമില്ല, അങ്ങനെ പറയാവുള്ളൂ, അങ്ങനെ ചോദിക്കാവുള്ളൂ. മറ്റേതെങ്കിലും ഈ വചനവുമായിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ പോവാം. സ്വർഗത്തിലെ ദൈവം. സാക്ഷ്യം പറഞ്ഞു.
എനിക്ക് സാറ്റർഡേ രാത്രിയിൽ ഭയങ്കര അസുഖമെല്ലാം കൂടി പനിയും ശ്വാസം മുട്ട് തൊണ്ടവേദന എല്ലാം ആയിരുന്നു. 3 മണിയെല്ലാം ഉറങ്ങാൻ പറ്റാണ്ട് കിടന്ന് 2:45 കഴിഞ്ഞ് ഞാൻ യേശപ്പനോട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കിടന്ന്, കർത്താവെ എനിക്ക് സൺഡേ പള്ളിയിൽ പോകണം, എനിക്ക് സുഖം തരണം കർത്താവെ. തൊണ്ടയെല്ലാം ഭയങ്കര നീറ്റല്. ഞാൻ വിചാരിച്ച് ഇപ്പോൾ വലിയ രോഗമായിരിക്കുമെന്ന്. തൊണ്ട നീറി മുളക് അരച്ച് കാന്തുന്ന പോലുള്ള വേദനയും. ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ അടിപ്പിണരാ സൗഖ്യം വന്നിരിക്കുന്നു, കർത്താവിൻ്റെ അടിപ്പിണരാ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഒത്തിരി നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബ്രദർ, ദൈവം അതിശയം പ്രവർത്തിച്ചു. എനിക്ക് രാവിലെ എണീക്കാനും 6:30 കഴിഞ്ഞപ്പോൾ പറയണം, നീ എണീക്ക്, നിനക്ക് സൗഖ്യമുണ്ട്, നീ പള്ളിയിൽ പോ, നീ റെഡിയായി, നീ പള്ളിയിൽ പോന്ന് പറഞ്ഞ് എനിക്ക് ആത്മാവിൽ ഇങ്ങനെ പ്രേരണ തന്നു. ബ്രദറിൻ്റെ വചനങ്ങൾ ഞാൻ ഇങ്ങനെ ബുക്കിൽ എഴുതിയിട്ടേക്കും ബ്രദർ പ്രസംഗിക്കണതിന്. അതിനെ ഞാനിങ്ങനെ ടൈം കിട്ടുമ്പോഴൊക്കെ എടുത്തു വെച്ച് റിപ്പീറ്റ് ചെയ്യും, വായിക്കും. കർത്താവിൻ്റെ ഈ കർത്താവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു, അതും ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അത് ഞാൻ പക്ഷെ ആ വേർഡല്ല പറഞ്ഞ്, സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ആ രോഗം അപ്പോഴെന്നെ മാറി. എന്നിട്ട് രാവിലെ സാത്താൻ പ്രേരണ തരുന്നതാണ് ബ്രദർ. പിന്നെ അതല്ലേ എനിക്കൊരു സംശയം, നീ തൊണ്ടയിൽ ചൂടുവെള്ളം കൊള്ളു, മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പിട്ട് ചൂടുവെള്ളം കൊള്ളു എന്ന് പറയണം. അപ്പോഴെൻ്റെ യേശുപ്പം പറയാണ്, നീ അതൊന്നും കൊള്ളണ്ട, പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുകയാണ്, നീ അതൊന്നും കൊള്ളണ്ട, യേശു നിനക്ക് സൗഖ്യം തന്നു എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവിന്റെ അടിപ്പണ സഹോദരി പറഞ്ഞതുപോലെ ആ വചനം പറഞ്ഞതുകൊണ്ടാണ് ആ സൗഖ്യം ലഭിച്ചത്. കർത്താവിന്റെ നാമത്തിൽ യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനം പറഞ്ഞപ്പോൾ ശരീരത്തിന്റെ മേൽ രോഗം വെളിപ്പെട്ടു. ഉള്ളത്തിൽ പിശാച് പറഞ്ഞില്ല, സൗഖ്യമായിട്ടില്ല എന്ന് പറഞ്ഞില്ല, വചനം പറഞ്ഞു. അപ്പോൾ വചനമാണ്, യേശുവിന്റെ മുറിവാണ് അവിടെ സൗഖ്യമായി. ഇനി മുതൽ പറയണം, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് ആരോഗ്യമുണ്ട്. സൗഖ്യം ആരോഗ്യം രണ്ടാണ്. സൗഖ്യം രോഗത്തിന് വേണ്ടിയും ആരോഗ്യം രോഗമില്ലാത്ത ജീവിതത്തിനും വേണ്ടിയാണ്. ആമേൻ. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ വേഗത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. നമുക്ക് ഇന്നത്തെ ഈ വിഷയം വളരെ നീണ്ടുപോയി. ഞാൻ വിശ്വസിക്കുന്നു ചില കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ, ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്കത് റിവീൽ ആകുവാൻ പരിശുദ്ധാത്മാവ് ചില വഴിയിലൂടെ കൊണ്ടുപോകും. ഞാനിപ്പോൾ ഒന്ന് ബ്ലെസ് ചെയ്ത് ഞാൻ വേഗത്തിൽ ഒറ്റയടിക്കങ്ങ് പ്രാർത്ഥിച്ചു വിടുവാണ്. കാരണം നമുക്കതിനുള്ള ടൈം ഇന്ന് ഉള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ കൂട്ടത്തിൽ ആലോചന വെളിപ്പെടുന്നവർ ഏറ്റെടുത്തോണം. നാളെ നിങ്ങൾക്കത് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പിന്നീട് പറഞ്ഞാൽ മതി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ച്, ആ രോഗമുള്ള ഭാഗത്തോട് കൈയെടുത്ത് വെച്ച്, യേശുവെ ഞങ്ങളുടെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പാ. ദൈവത്തിൻ്റെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുന്നപ്പോൾ ഞാൻ എൻ്റെ പ്രജോഷ് എന്ന് പറഞ്ഞ ഒരു പേര്, പ്രജോഷ് അങ്ങനെ ഒരു പേര് ഞാൻ ഉള്ളത് കേൾക്കുക. ഈ പ്രജോഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു വാക്കിങ്ങനെ പറയുകയാണ്. ആ ഭവനവുമായൊരു കണക്ഷൻ നിങ്ങൾക്കുണ്ട്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡോറ് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഒരനുഗ്രഹത്തിൻ്റെ വാതിലാണ്. ആ വ്യക്തിയുമായിട്ട്, പ്രജോഷ് എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കുടുംബം ഏതാണ്, അടയാളം കർത്താവ് എന്നെ കാണിക്കും. നിങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അവിടെ നിന്നൊരു ഫോൺ കോൾ വരും. ആ ഫോൺ കോൾ നിമിത്തമാണ് നിങ്ങൾ ആ വീട്ടിലോട്ട് പോകുന്നത്. ഇതൊരു അടയാളമായി കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് കുറിച്ച് വെച്ചോണേ, വെയിറ്റ് ചെയ്തോണേ. അങ്ങോട്ട് ചാടിക്കയറി പോകണ്ട. ഇങ്ങോട്ട് നിങ്ങൾക്കൊരു കോള് വന്ന നിമിത്തം അത് നിങ്ങൾ അങ്ങോട്ട് ഒരു ക്ഷണം പോലെ വരുന്നതാണ്. അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യം വരും. ആ ദിവസം കർത്താവിനാൽ ഒരു വഴിത്തിരിവ് ആ ഭവനത്തിൻ്റെ അകത്തുണ്ടാവും. ജീസസ് സന്തോഷിക്കുവാൻ ഇടതരുന്ന ഒരു വിഷയം അവിടെ ഉണ്ടാകും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങളുടെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്നൊരു വാക്യമുണ്ട്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു 3 മാസം മുമ്പ് എൻ്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മൾട്ടി കൾച്ചർ അനോയിൻറ്റിങ് തരും എന്ന് പറഞ്ഞു. ഞാനത് എല്ലാ ദിവസവും പ്രഖ്യാപിക്കുമായിരുന്നു. മൾട്ടി കൾച്ചർ അനോയിൻറ്റിങ്. ഞാൻ അത് എല്ലാ ദിവസവും ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന സമയത്തെല്ലാം ഞാൻ പറയും മൾട്ടി കൾച്ചർ അനോയിൻറ്റിങ്. ഈ ദിവസങ്ങളിൽ ഞാനത് സാക്ഷ്യം പറഞ്ഞ കാര്യം, പല ഭാഷക്കാരോട്, പല രാജ്യത്തുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ കഴിഞ്ഞ ദിവസത്തെ അപ്പോൾ ചുരുങ്ങിയ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു മൾട്ടി കൾച്ചറായിരുന്നു അവിടെ. ഇന്ത്യക്കാരും ആഫ്രിക്കക്കാരും ബ്രിട്ടീഷുകാരും കുറച്ചു പേരെ, ചുരുങ്ങിയ ആൾക്കാരെ ഉള്ളായിരുന്നു. എങ്കിൽ പോലും ഒരു മൾട്ടി കൾച്ചർ, ആ ദൈവാത്മാവ്, ഇതൊരു തുടക്കമായി ഞാൻ കാണുക. ഇതൊരു തുടക്കമാണ്.
മൾട്ടി കൾച്ചർ അനോയിന്റിങ്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, ആത്മാവിലെ പ്രവചന ആലോചനകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, ഭാഷകളുടെ ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്ത് പരിശുദ്ധാത്മാവ് ഇന്ന് അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾ പ്രഖ്യാപിക്കണേ മൾട്ടി കൾച്ചർ അനോയിന്റിങ്ങിന് നന്ദി പറയണം. അനേകരോട് സംസാരിക്കാൻ അഭിഷേകം എൻ്റെ മേലുണ്ട്. എൻ്റെ യേശുവേ, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പം ആ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ, ഓ ഹോളി സ്പിരിറ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വലിയ കൃപ വ്യാപരിക്കുന്നല്ലോ. സാറാമ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബം എന്നെ കാണിക്കുക. 18 വർഷങ്ങൾക്ക് മുമ്പ് ഈ താറാവും ഈ അരയന്നും, അങ്ങനെയുള്ള അരയന്നല്ല, ഈ അരയന്നം പോലത്തൊരു സാധനം ഉണ്ടല്ലോ, ഈ അങ്ങനെ നടക്കുന്ന ആ ഒരു കുറേ അത് തന്നെ പാത്ത അല്ലേ, അങ്ങനെ കുറേ സാധനങ്ങൾ, ഇങ്ങനെ അങ്ങനത്തെ കുറേ ജീവികൾ ആ വീടിൻ്റെ അകത്ത് 18 വർഷങ്ങൾക്ക് മുമ്പ് ചുറ്റിപ്പറ്റി നടക്കുന്നത് ആ ഒരു ഭവനം ഞാൻ കാണുവാണ്. സാറാമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനമാണ് ആ ഭവനം. പക്ഷെ ഇപ്പം നിങ്ങൾ അവിടെ നിന്ന് മാറി ഇപ്പം ആ ഭവനത്തിലല്ല നിൽക്കുന്നത്, 18 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കാലഘട്ടത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു ആധാരവുമായി സംബന്ധിച്ചൊരു പ്രതിസന്ധി കയറിക്കൂടി. ആ കൂടിയ നിമിത്തം പലരുടെയും ശരീരത്തിൻ്റെ അകത്ത് കയറിക്കൂടിയ അറപ്പിൻ്റെയും മുടിപ്പിൻ്റെയും നാശത്തിൻ്റെയും വിഷയങ്ങൾ കാലങ്ങളായി അതിനെ ഉഗ്രശക്തിയോടെ വെളിപ്പെട്ട് നിൽക്കുന്നതിന് ഇപ്പോൾ ആത്മാവിൽ വെട്ടിമാറ്റുവാണ്. നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ കുടുംബത്തെ അനുഗ്രഹിക്കുന്നപ്പ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ആലോചന ആരുമായിട്ടാണോ ബന്ധപ്പെട്ടത് അവരത് ഏറ്റെടുത്തോണേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ നടക്കും, വലിയ പ്രവൃത്തി നടക്കും. ഇപ്പോൾ തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് യേശുവേ ഞങ്ങളുടെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നത് പറഞ്ഞോണേ. അടിപ്പിണരാൽ എനിക്ക് ആരോഗ്യവും, രോഗമുള്ളവർ സൗഖ്യം പറഞ്ഞു, എന്നിട്ട് പറയണം സൗഖ്യം പറയുമ്പോൾ തന്നെ ആരോഗ്യവും പറഞ്ഞോണം. കർത്താവിൻ്റെ മുറിവിനാൽ എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. ഞാൻ വയസ്സാകുമ്പോഴും എന്നെ കാണുന്നവർ പറയും ഇത് ചെറുപ്പക്കാരിയാണ് കേട്ടോ, ഇത് ചെറുപ്പക്കാരനാണ് കേട്ടോ, കാരണം എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. വാർദ്ധക്യത്തിൻ്റെ അകത്തും ഞാൻ ഫലം കായ്ക്കും. വാർദ്ധക്യത്തിൽ ഞാൻ കഴുകനെ പോലെ എൻ്റെ യൗവനം പുതുക്കം പ്രാപിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ആ ദിവ്യ ആരോഗ്യം നിറയട്ടെ, ദിവ്യ ആരോഗ്യം നിറയട്ടെ. ഇപ്പോൾ തന്നെ വേദനകളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന, രോഗത്തെ ക്യാൻസൽ ചെയ്യുന്നു, രോഗശക്തിയെ ക്യാൻസൽ ചെയ്യുന്നു, രോഗത്തിൻ്റെ ദുരാത്മ പ്രവർത്തികളെ ഇന്ന് കേട്ടതുപോലെ അറക്കാനും മുടിക്കാനും മോട്ടിക്കാനും വരുന്ന കള്ളപ്പിശാചേ, നിന്റെ പ്രവർത്തികളെ ഡിസ്ട്രോയ് ചെയ്യുവാൻ കർത്താവിൽ ഞങ്ങളെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. അതിനെ ഡിസ്ട്രോയ് ചെയ്തു വിടുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കാലുകളുടെ മേൽ, കൈകളുടെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ, കണ്ണുകളുടെ മേൽ, ചെവികളുടെ മേൽ, വായുടെ മേൽ, എല്ലാ അവയവത്തിൻ്റെ മേൽ തീ കത്തട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ, കർത്താവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ, കർത്താവെ അങ്ങ് തൊടുന്നല്ലോ. ഞാനൊരു പോൾസന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തമ്പുരാനോട് പറയാം. പോൾസന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോൾസനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എസ് എന്ന് പറയുന്ന ഒരക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വ്യക്തിയുടെ പേരും കൂടെ ഞാൻ കാണുക ആ കുടുംബത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു നിയോഗം തമ്പുരാൻ തരുക. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞതിനെ പിടിച്ചോണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ തിരുക്കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങളുടെ വലിയ മഹത്വം അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ, വലിയ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുന്നല്ലോ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളേവരെ സഹായിക്കുമാറാകട്ടെ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. വലിയ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. മറക്കരുത്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. നശിക്കത്തില്ല, തകരത്തില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. മറക്കരുത്, നമുക്ക് 31-ാം തീയതി മുതൽ ഏപ്രിൽ 10 വരെ നേരിട്ട് കാണാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് കർത്താവിന്റെ കൂട്ടായ്മ ആചരിക്കാനും കിട്ടുന്ന അവസരമാണ്. ഞാൻ നിങ്ങളെല്ലാവരെയും കാണുവാനും നമുക്ക് ഒരുമിച്ച് കാണുവാനും ഒക്കെ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു. കർത്താവ് നമ്മളെ കാണുവാൻ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും. നോട്ടീസുകൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകർക്ക് ഇത് കൊടുക്കണം. അനേക രോഗികളെ കൊണ്ടുവരണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവരെ യേശുവിനെ കൽപ്പിച്ചോണം. അനേകരെ വിടുവിക്കുവാൻ, പിശാചിന്റെ പ്രവൃത്തി അഴിക്കുവാൻ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു.
ഒരു പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. അത് പ്രവാചക ശുശ്രൂഷയും അത്ഭുതകരമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവര ശുശ്രൂഷയും നിറഞ്ഞ കൂട്ടായ്മ തന്നെയായിരിക്കും ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. അതിനായി ഞാൻ നന്ദി പറയുന്നു. അതിനായി ഞങ്ങൾ എല്ലാവരും ഒരുങ്ങുന്നു. ടീമായിട്ട് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ വരുവാണ്. അപ്പോൾ കർത്താവിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി, എല്ലാ ദിവസവും കേൾക്കുന്നവർക്ക് വേണ്ടിയല്ല, ആദ്യമായിട്ട് ചിലപ്പോൾ യൂട്യൂബിലോ സൂമിലോ ഒക്കെ ആദ്യമായിട്ട് വന്നവരെ നമുക്ക് ഒരുമിച്ച് കാണാനുള്ള അവസരമാണ്. ഗോഡ് ബ്ലസ് യു. നമ്മുടെ സാക്ഷ്യങ്ങൾ നാളെ നമുക്ക് പറയാം. സാക്ഷ്യത്തിന് വേണ്ടി തന്നെയുള്ള സമയം നാളെ ഞാനത് വേർതിരിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ എന്തോ പറഞ്ഞു ബ്രദറെ ഒരു സാക്ഷ്യം പറയട്ടെ. പറഞ്ഞു സിസ്റ്ററെ. കഴിഞ്ഞ ആഴ്ച